بسم الله الرحمن الرحيم وكذلك أعثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقد بنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم فلنتخذن عليهم مسجدا صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരങ്ങളെ, സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ദീനീ പരിപാടികൾ ശ്രവിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായി മരണം വരെ ജീവിക്കാനും ഈമാൻ സലാമത്തായി മരണപ്പെടാനും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും കൂട്ടുകാർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നാനാവിധത്തിലുള്ള ആളുകളുടെ ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ച് അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ക്ലാസ് റൂമിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നിലകൊള്ളുകയും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 1-2 ആഴ്ചകളിലായിട്ട് നമ്മൾ ഫത്ഹുൽ മുഈനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ആശാവഹമായ ഫലം ആ ചർച്ചകൾ അവലോകനം ചെയ്തുകൊണ്ട് വിലയിരുത്തിക്കൊണ്ട് പലരും അഭിപ്രായപ്പെടുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ ഈ ചർച്ചയുടെ പ്രാധാന്യവും അതിൻ്റെ പ്രസക്തിയും വിളിച്ചറിയിക്കുകയാണ്. ഇന്നിവിടെ സംസാരിക്കുന്നത് മഹാന്മാരുടെ ഖബറുകൾക്കുമേൽ എടുപ്പുണ്ടാക്കൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ വിഷയമായിട്ട് ശ്മശാന ശിർക്കിന്റെ ആരോപണകർത്താക്കളായ വഹാബികൾ അഥവാ സലഫിസം, ഈ സലഫിസം അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനക്കാർ ഇപ്പൊ കുറച്ചു കാലമായിട്ട് വാട്സപ്പിലും മറ്റുമൊക്കെ നിരുത്തരവാദപരമായ രൂപത്തിൽ വെല്ലുവിളികൾ നടത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. നിരുത്തരവാദപരം എന്ന് ഞാൻ പറയാൻ കാരണം, വെല്ലുവിളി നടത്തുന്ന ആളുകൾ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ സലഫിസത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണോ ഇങ്ങനെ തയ്യാറാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനവർ തയ്യാറാകുന്നില്ല. നിങ്ങൾ ഈ വിഷയമായിട്ടോ ഇതല്ലാത്ത മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടോ ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിലുള്ള സലഫിസവുമായി നിങ്ങൾക്ക് ബന്ധമുണ്ട്, നിങ്ങളതിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയാൻ അവർക്ക് ചങ്കുറപ്പ് കാണുന്നില്ല, മനോധൈര്യം കാണുന്നില്ല. എന്താണ് ഇതിന്റെ രഹസ്യമെന്ന് അന്വേഷിച്ചിട്ടോ ചിന്തിച്ചിട്ടോ ഒരു പിടുത്തവും നമുക്കും ലഭിക്കുന്നില്ല. അപ്പോൾ കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും ഉതകുന്ന വിധത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ നിയമം
മഹാന്മാരായ അഇമ്മത്തുകൾ നമ്മെ പഠിപ്പിച്ചു തന്ന ആശയം അതിവിടെ സംസാരിക്കുക എന്നതാണ് ലക്ഷ്യം. വളരെ കൃത്യമായിട്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കൾ വിഷയങ്ങൾ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുകയും കേൾക്കുകയും അതിലുള്ള ആശയങ്ങൾ പരമാവധി പ്രചാരണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ഇസ്ലാമിന്റെ ദഅ്വാ പ്രവർത്തനവുമായി അവരവരുടെ കഴിവിനനുസരിച്ച് അവരവരുടെ മേഖലകളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖും അവസരവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ പറയുന്ന ശബ്ദം നിങ്ങൾ ശരിക്കും കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം ഒന്ന് ഉറപ്പുവരുത്തേണ്ടത്. പറയുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ശരിക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എന്റെ വിഷയം മഹാന്മാരുടെ ഖബറുകൾക്കുമേൽ എടുപ്പുണ്ടാക്കുക എന്നുള്ളതാണ്. മഹാന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മശഹൂരീങ്ങളായ ഉലമാക്കൾ പോലുള്ള ആളുകളാണ്. അവരാണ് മഹാന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലാത്ത വിധം ഏവരും അറിയുന്നതും അംഗീകരിച്ചതുമായ കാര്യമാണ്. ഖബറുകൾക്കും മേൽ എടുപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്? ഖബറുകൾക്കുമേൽ എടുപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഖബർ ഒരാളും ഒരു കയ്യും ആഴത്തിലാണല്ലോ സാധാരണഗതിയിൽ ഖബർ കുഴിക്കുക. നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഖബറുകൾ ഭൂമിയിൽ നിന്ന് ഒരടി വീതിയിലോ അല്ലെങ്കിൽ അതിലധികം വീതിയിലോ ഒക്കെ താഴോട്ട് 2 അടി വീതിയിൽ ആദ്യം താഴോട്ട് കുഴിക്കുകയും പിന്നീട് വീതി കുറച്ച് കീഴ് ഖബറുണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് സ്വഭാവം. ഇങ്ങനെ ഒരാൾ ഒരു കൈ ഉയരത്തിൽ, മാക്സിമം ഒരാളും ഒരു കൈയും ഉയരത്തിലായിട്ട് ഒരു 8 അടി അല്ലെങ്കിൽ അതിന്റെ താഴ്ചയിലായിട്ട് ഖബർ കുത്തുന്നു. ആ ഖബർ അടി മുതൽ കല്ലുകൊണ്ടോ ഇഷ്ടിക കൊണ്ടോ പടുത്തുയർത്തുക, ഇത് ഖബർ കെട്ടിപ്പടുക്കുക എന്നുള്ളതിൽപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് ആ ഖബർ മണ്ണിട്ട് മൂടിയതിനു ശേഷം ഒരു ചാൺ വരെ മണ്ണ് ആ ഖബറിൽ നിന്ന് പുറത്തേക്കെടുത്ത മണ്ണ് ഉപയോഗപ്പെടുത്തിയിട്ട് അത് തികയുന്നില്ല എങ്കിൽ മറ്റു സ്ഥലത്തു നിന്ന് മണ്ണെടുത്തുകൊണ്ട് ഒരു ചാൺ ഉയരത്തിൽ മണ്ണ് കൂമ്പിക്കുക എന്നുള്ളതാണ്. അത് മുകളിൽ പരത്തിക്കൊണ്ട് കൂമ്പിക്കലാണ് അഫ്ളൽ. ഇനി പരത്താതെ കൂമ്പിക്കുന്നതിനും കുഴപ്പം ഇല്ല, അതും ജായിസ് തന്നെയാണ്. ഏതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നുള്ളതിൽ അഇമ്മത്തുകൾക്കിടയിൽ ഭിന്നതയുണ്ട്. 2 നിലക്കും അതിന്റെ തെളിവുകൾ അവരുടെ മുമ്പിൽ ഉള്ളതുകൊണ്ടാണ് അവർക്കതിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുള്ളത്. അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. ഏതായാലും ശാഫിഈ മദ്ഹബിലെ മുഅ്തമദ് പ്രകാരം ഇങ്ങനെ ഒരു ചാണുയർത്തുമ്പോൾ അതിനെ പരത്തുക എന്നുള്ളതാണ്, അഥവാ തസ്തീഹ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. തസ്തീഹ് എന്നാൽ ഇങ്ങനെ കൂമ്പിച്ച് മുകളിൽ ഇങ്ങനെ കോണായിട്ട് കൂമ്പിച്ചു നിർത്തുക എന്നുള്ള സ്വഭാവം, അതിനെപ്പറ്റി തസ്നീം എന്നാണ് പറയുക. അങ്ങനെ തസ്നീം ചെയ്യലാണ് അഫ്ളൽ എന്ന് പറയുന്നവരാണ് അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബുകാരും ശാഫിഈ മദ്ഹബിൽ തന്നെ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള നിരവധി ഇമാമുമാരും ആ അഭിപ്രായം, അതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന അഭിപ്രായത്തെ പിന്തുണച്ചവരാണ്. അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. എന്നാൽ ഈ ഒരു ചാണ് ഉയർത്തുന്ന അതിലപ്പുറം പിന്നീട് അത് പടുത്തുയർത്തുക എന്നുള്ളത്, പടുത്തുയർത്തുക എന്ന് വെച്ചാൽ കല്ലുകളോ ഇഷ്ടികകളോ വെച്ചിട്ട് അതിങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ക്രമീകരിച്ചു വെച്ച് പടുത്തുയർത്തുക എന്നുള്ളതാണ് ഖബറിന്മേൽ എടുപ്പുണ്ടാക്കുന്നതിന്റെ മറ്റൊരു രൂപം. ഇപ്പൊ 2 രൂപമായി, ഒന്ന് ഖബർ അടി മുതൽ കെട്ടിപ്പടുത്തുയർത്തുക, 2 ഖബറിന്റെ മുകളിൽ ഒരു ചാൺ മണ്ണുയർത്തിയതിന്റെ മുകളിലായിട്ട് വീണ്ടും അതിനെ പടുത്തുയർത്തുക, അത് 2ാമത്തെ രൂപമാണ്. 3ാമത്തെ രൂപമാണ് ഖബറിന്റെ ചുറ്റിലും കെട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഖബറിന്റെ ചുറ്റിലും അത് സമീപത്തായിട്ടോ അകലയിലായിട്ടോ കെട്ടുകൾ ഉണ്ടാക്കുക, മതിലുകൾ ഉണ്ടാക്കുക, 4 ഭാഗത്തും മതിലുകൾ ഉണ്ടാക്കുക. 4ാമത്തെ രൂപമാണ് ഈ മതിലുകൾക്ക് മുകളിൽ, മതിലുകൾ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ മതിലുകൾ ഇല്ലാതെയോ അതിന്റെ മുകളിൽ തട്ട് നിർമ്മിക്കുക എന്നുള്ളത്, അഥവാ കുബ്ബ പോലുള്ളത് നിർമ്മിക്കുക എന്നുള്ളത്.
കുബ്ബ ഗോപുരം പോലുള്ളത് നിർമ്മിക്കുക. ഇങ്ങനെ 3-4 രൂപം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വെറും ഖബർ കെട്ടിപ്പടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഖബറിനെ കെട്ടിപ്പടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഖബറിന്റെ മുകളിൽ ബിൽഡിംഗ് എടുക്കുക, ഖബറിന്റെ മുകളിൽ എടുപ്പുണ്ടാക്കുക, ഖബറിന്റെ മുകളിൽ കെട്ടി ഉയർത്തുക, ഖബറിന്റെ മുകളിൽ മതിലുകൾ ചുറ്റിലും മതിലുകൾ കെട്ടുക, ഇതെല്ലാം തന്നെ ഈ ബിനാ ഉൽ ഖുബൂറിൽ അല്ലെങ്കിൽ അൽ ബിനാ അൽ ഖുബൂറിൽ ഉൾപ്പെട്ടതാണ്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ശറഹുൽ മുഅദ്ദബിൽ പറഞ്ഞു, വലാ ഫർഖ ഫിൽ ബിനാഇ ബൈന അൻ യുബ്നാ ഖുബ്ബതൻ ഔ ബൈതൻ ഔ ഗൈറഹുമാ. ഖബർ കെട്ടി ഉയർത്തുക എന്നുള്ളതിൽ അതിന്റെ മുകളിൽ ഖുബ്ബ നിർമ്മിക്കുക അല്ലെങ്കിൽ ഒരു റൂമായിട്ട് നിർമ്മിക്കുക, അതല്ലാത്ത നിർമ്മാണം, ഇതെല്ലാം ഉൾപ്പെട്ടതാണ്. ഇതെല്ലാം അതിൽ ഉൾപ്പെടും എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പ്രസ്താവിക്കുകയാണ്. ശറഹുൽ മുഅദ്ദബിലാണ് അത് പ്രസ്താവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും അവലംബ യോഗ്യരായ ഇമാമാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വലു ബുനിയ നഫ്സുൽ ഖബരി, ഖബറിനെ തന്നെ നിർമ്മിക്കപ്പെടുകയാണെങ്കിൽ എന്നാ പറഞ്ഞത്. ഔ നഹവു തഹ്വീത്ത്, അല്ലെങ്കിൽ ഖബറിന്റെ ചുറ്റിലും മതിൽ കെട്ടുകയാണെങ്കിൽ. ഔ ഖുബ്ബത്തുൻ, അല്ലെങ്കിൽ ഖബറിന്റെ മുകളിൽ ഖുബ്ബ നിർമ്മിക്കുകയാണെങ്കിൽ. അപ്പൊ ഇതൊക്കെ ഖബറിന്റെ എടുപ്പ് എന്ന് പറഞ്ഞ വിഷയത്തിൽ ഉൾപ്പെടുന്നതാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ആമുഖമായി മനസ്സിലാക്കണം. ഇങ്ങനെ ഖബർ കെട്ടിപ്പടുക്കുകയും അതുപോലെ തന്നെ ഖബറിന്റെ ചുറ്റിലും മതിൽ കെട്ടുകയും അല്ലെങ്കിൽ ഖബറിന്റെ മുകളിൽ മേലാപ്പ് അഥവാ കുബ്ബ നിർമ്മിക്കുകയും ചെയ്യുന്നതിന്റെ വിധി എന്താണ്? അതിന് അടിസ്ഥാനപരമായ വിധിയുണ്ട്, അതുപോലെ തന്നെ സാഹചര്യപരമായ വിധിയുമുണ്ട്. ഒരു വിഷയത്തിൽ തന്നെ പല വിധികൾ ഉണ്ടാവാറുണ്ടല്ലോ, ഒരു വിഷയത്തിൽ തന്നെ പല വിധികൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അടിസ്ഥാനപരമായ വിധികളുണ്ട്, അതുപോലെ തന്നെ അതിൽ നിന്ന് അനുബന്ധമായി വരുന്ന വിധികളും ഉണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ ശറഹുൽ മുഹദ്ദബിന്റെ ഇബാറത്ത് ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിക്കാം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖാല ശാഫിഈ വൽ അസ്ഹാബ്, ഇമാം ശാഫിഈ അവர்களுം അവിടുത്തെ ശിഷ്യഗണങ്ങളും പറഞ്ഞു, യുക്റഹു അൻ യുജസ്സസൽ ഖബറു, ഖബറിന് കുമ്മായമിടൽ കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ നിഷിദ്ധമല്ല, കുറ്റകരം അല്ല, എങ്കിലും ഒഴിവാക്കലാണ് നല്ലത് എന്നർത്ഥം. യുക്റഹു അൻ യുജസ്സസൽ ഖബറു, ഖബറിന് കുമ്മായമിടൽ കറാഹത്താണ്. വഅൻ യുക്തബ അലൈഹി ഇസ്മു സാഹിബിഹി, ആ ഖബറാളിയുടെ പേര് എഴുതി വെക്കൽ കറാഹത്താണ്. ഔ ഗൈരി ദാലിക, മറ്റുള്ളവരുടെ പേര് എഴുതി വെക്കൽ കറാഹത്താണ്. വഅൻ യുബ്ന അലൈഹി, ഖബറിന്റെ മേൽ എടുപ്പുണ്ടാക്കലും കറാഹത്താണ്. വഹാദാ ലാ ഖിലാഫ ഫീഹി ഇൻദനാ, ഈ വിഷയത്തിൽ നമ്മുടെ അടുക്കൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. ശാഫിഈ മദ്ഹബിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. ഇത് അടിസ്ഥാന വിധിയാണ്, അടിസ്ഥാനപരവും പ്രാഥമികവുമായ വിധിയാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. കേൾക്കുമ്പോൾ എടുത്തുചാടരുത്. എടുത്തുചാട്ടം നല്ലതിനല്ല. വളരെ അവധാനതയോടുകൂടിയും സാവകാശത്തോടെയും കാര്യബോധത്തോടെയും അവലോകന ബുദ്ധിയോടുകൂടിയും വിഷയത്തെ നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ബുദ്ധിമാന്റെ ലക്ഷണം. വബിഹി ഖാല മാലികുൻ വഅഹ്മദു വദാവൂദു വജമാഹിറുൽ ഉലമാ, ഇതാണ് മാലിക് ഇമാം പറഞ്ഞതും അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതും ദാവൂദുൽ ളാഹിരി പറഞ്ഞതും മറ്റു ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത്. വഖാല അബൂ ഹനീഫത, എന്നാൽ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറഞ്ഞത് ലാ യുക്റഹു, അത് കറാഹത്തില്ല എന്നാണ്. ദലീലുന, നമ്മുടെ തെളിവെന്താണ്? അൽ ഹദീസു സാബിഖു, മുമ്പ് പറഞ്ഞ ഹദീസാണെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം കാര്യങ്ങൾ വിലക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അവർ ഉദ്ദേശിച്ചത്. ഖാല അസ്ഹാബുനാ റഹിമഹുമുല്ലാഹ്, ശാഫിഈ മദ്ഹബിന്റെ പണ്ഡിതന്മാർ പറയുന്നു, വലാ ഫർഖ ഫിൽ ബിനാഇ ബൈന അൻ യുബ്നാ ഖുബ്ബതൻ ഔ ബൈതൻ ബൈന അൻ യബ്നിയ ഖുബ്ബതൻ ഔ ബൈതൻ ഔ ഗൈറഹുമാ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. സുമ്മ യുംദറു, പിന്നെ അവിടെ നോക്കപ്പെടണം. ഫഇൻ കാനത് മഖ്ബറതൻ മുസബ്ബലതൻ, ഇനി അത് മുസബ്ബലായ മഖ്ബറയാണെങ്കിൽ. മുസബ്ബലായ മഖ്ബറ എന്ന് പറഞ്ഞാൽ എന്താണ്?
പൊതു മക്ബറ എന്നല്ല അതിന്റെ അർത്ഥം. മുസബ്ബലായ മക്ബറ എന്ന് പറഞ്ഞാൽ പൊതു മക്ബറ എന്നല്ല. പിന്നെന്താണ്? പതിവായി മുസ്ലിമീങ്ങൾ മറമാടിപ്പോരുന്ന സ്ഥലം എന്നാണ്. പതിവായി മുസ്ലിമീങ്ങൾ മറമാടിപ്പോരുന്ന സ്ഥലം എന്നാണ്. ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമി, അതിൽ ആ വീട്ടുകാരോ കുടുംബക്കാരോ പതിവായി അവിടെ അവിടെ മറവ് ചെയ്തു പോരുന്നുണ്ടെങ്കിൽ അത് മുസബ്ബലത്തല്ല. അതുപോലെ തന്നെ പബ്ലിക് ഭൂമിയായതുകൊണ്ട് മുസബ്ബലത്താവണമെന്നില്ല. ഒരു ഭൂമി പബ്ലിക് ഭൂമിയായതുകൊണ്ട്, പബ്ലിക് ലാൻഡ് ആയതുകൊണ്ട് മുസബ്ബലത്താവണം എന്നില്ല. മറിച്ച് പതിവായി അവിടെ മറമാടിപ്പോരുന്ന അങ്ങനെയുള്ള ഭൂമിയെ സംബന്ധിച്ചാണ് മുസബ്ബലത്ത് എന്ന് പറയുക. അങ്ങനെ മുസബ്ബലത്തായ മക്ബറയാണെങ്കിൽ ഹറുമ അലൈഹി ദാലിക, അപ്പൊ അത് ഹറാമാണ്. അപ്പൊ അടിസ്ഥാന വിധി കറാഹത്താണെന്നാണ്. മുസബ്ബലത്തായ ഭൂമിയിലാണെങ്കിൽ ഹറാമാണ്. ഖാല അസ്ഹാബുനാ, ഇവിടെ നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു. ഏത് പണ്ഡിതന്മാർ? ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞു, വയുഹ്ദമു ഹാദൽ ബിനാ, ഇങ്ങനെ പതിവായി മറമാടിപ്പോരുന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട ഈ എടുപ്പ് അതിനെ പൊളിക്കപ്പെടണം. ബിലാ ഖിലാഫിന് അതിൽ തർക്കമില്ല. എന്താണതിനു കാരണം? ഖാല ശാഫിഈ ഫിൽ ഉമ്മി, ഷാഫിഈ ഇമാം എന്ന കിതാബിൽ പറയുകയാണ്, വറഅയ്തു മിനൽ ഉലാതി മൻ യഹ്ദിമു മാ ബുനിയ ഫീഹാ, ഇങ്ങനെയുള്ള മുസബ്ബലത്തായ മക്ബറയിൽ നിർമ്മിക്കപ്പെട്ട എടുപ്പുകളെ ഭരണാധികാരികൾ പൊളിച്ചു കളയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഖാല ഷാഫിഈ ഇമാം പറയാണ്, വലം അറൽ ഫുഖഹാ യഈബൂന അലൈഹി ദാലിക, പണ്ഡിതന്മാർ അതിനെ ആക്ഷേപിച്ചിട്ടില്ല. അതാണ് ഒരു തെളിവ്. ഷാഫിഈ ഇമാം പറഞ്ഞ ഒരു തെളിവ് എന്താണ്? അതങ്ങനെ ചെയ്തതായിട്ട് ബഹുമാനപ്പെട്ടവർ കാണുന്നു, ആലിമീങ്ങളാരും അതിനെ എതിർത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു തെളിവായി പറഞ്ഞത്. രണ്ടാമത്തെ തെളിവ് എന്താണ്? അതിൽ അടങ്ങിയ ഇല്ലത്താണ് രണ്ടാമത്തെ തെളിവ്. അതിൽ അടങ്ങിയ നിമിത്തമാണ് രണ്ടാമത്തെ തെളിവ്. എന്താണ് നിമിത്തം? ഇവിടെ വഹാബികൾ പറയുന്നതല്ല. വഹാബികൾ പറയുന്നത് ഖബറിൽ എടുപ്പുണ്ടാക്കുക എന്നുള്ളത് ശിർക്കാണ്, ശിർക്കിലേക്കുള്ള മാർഗമാണ് എന്നല്ലേ. ഈ ശ്മശാന ശിർക്ക് എന്നുള്ള വഹാബി സിദ്ധാന്തം അല്ല ഇമാമുമാർ പറയുന്നത്. അങ്ങനെ ഒരു സിദ്ധാന്തം ഈ വിഷയത്തിൽ ഇമാമുമാർ അഭിപ്രായപ്പെട്ടിട്ടില്ല. അത് ചില ഈ ആലൂസിയെ പോലുള്ള, അതുപോലെ തന്നെ മുബാറക് ഫൂരിയെ പോലുള്ള, ഷൗക്കാനിയെ പോലുള്ള വഹാബിയൻ ചിന്താഗതിക്കാരായ ആളുകൾ മാത്രമാണത് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു തൈമിയ പോലുള്ള വഹാബിയൻ ചിന്താവീക്ഷണക്കാർ മാത്രമാണത് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? ശാഫിഈ ഇമാമിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, വലിഅന്ന ഫീ ദാലിക തദ്യീഖൻ അലന്നാസ്, അത് ജനങ്ങൾക്ക് മറവ് ചെയ്യാനുള്ള സ്ഥലമായതുകൊണ്ട് അത് ജനങ്ങൾക്ക് സ്ഥലം അസൗകര്യപ്പെടുത്തുക എന്നത് അതിൽ വരുന്നുണ്ട്. അതാണ് അതിനു കാരണം. അവിടെ കെട്ടിപ്പടുക്കുകയോ അല്ലെങ്കിൽ ബിൽഡിംഗ് എടുക്കുകയോ ചെയ്താൽ അത് ശാശ്വതമാവുകയാണ്. അത് പൊളിച്ചു നീക്കിയിട്ടില്ലെങ്കിൽ അവിടെ പിന്നെ മറ്റൊരാൾക്ക് മറമാടപ്പെടാൻ സ്ഥലം ഇല്ലാതെ ആകുകയാണ്. അപ്പൊ മുസ്ലിമീങ്ങൾക്ക് പൊതുവായി മാറ്റിവെക്കപ്പെട്ട ഭൂമിയിൽ ഒരു വ്യക്തിയുടെ സ്ഥലം, ഒരുപാട് സ്ഥലം ആ വ്യക്തിക്ക് വേണ്ടി അപഹരിക്കപ്പെടുമ്പോൾ അത് മറ്റുള്ളവർക്ക് സ്ഥലം നഷ്ടമാകുന്നതിന് കാരണമാകും എന്നതാണ് അതിന് കാരണം. അതുകൊണ്ടാണ് അത് ഹറാമായത്. അത് മുസബ്ബലത്തായ ഭൂമിയിൽ ഖബർ എടുക്കൽ മാത്രമല്ല, അങ്ങനെയുള്ള മക്ബറകളിലും വഖഫ് ചെയ്യപ്പെട്ട മക്ബറകളിലും അതുപോലെ ഇങ്ങനെയുള്ള പതിവായി അടക്കം ചെയ്യുന്ന ഭൂമികളിലും അവിടെയൊക്കെ എന്തു ചെയ്തു? ഇനി ഖബറിന്റെ കെട്ടിപ്പടുക്കലല്ലാത്ത, ഖബറുമായി ബന്ധപ്പെട്ട എടുപ്പുകളല്ലാത്ത വേറൊരു ബിൽഡിംഗ് ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. വേറെ ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ അതെന്ത് ബിൽഡിംഗ് ആയാലും ശരി, അത് പള്ളിയാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു റൂമാണെങ്കിലും ശരി, അതല്ലെങ്കിൽ ഒരു വിറകു വരെയാണെങ്കിലും ശരി, അതെല്ലാം പൊളിക്കപ്പെടണം എന്നാണ്. അത് ഖബറിന്റെ പേരിൽ എടുപ്പിന്റെ മാത്രം വിധിയല്ലത്. അതെല്ലാം പൊളിക്കപ്പെടണം എന്നാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഖാല അസ്ഹാബുനാ, പണ്ഡിതന്മാർ, നമ്മുടെ ഷാഫിഈ പണ്ഡിതന്മാർ പറഞ്ഞു, ഇൻകാനൽ ഖബ്റു ഫീ മിൽക്കിഹി, ഇനി ഖബർ സ്വന്തം ഭൂമിയിലാണെങ്കിലോ, പൊതുഭൂമിയിൽ അല്ലെങ്കിൽ മുസബ്ബലത്തായ ഭൂമിയിൽ അല്ലെങ്കിൽ ജാസ ബിനാഉ മാ ശാഅ മഅൽ കറാഹത്തി, അവിടെ തനിക്ക് ഉദ്ദേശിച്ച ബിൽഡിങ്ങുകൾ നിർമ്മിക്കൽ ജായിസാണ് എങ്കിലും അത് കറാഹത്താണ്. ഖബറിന്റെ മുകളിലാകുമ്പോൾ കറാഹത്താണ്.
എങ്കിലും വലാ യുഹ്ദമു അലൈഹി, അതിനെ പൊളിക്കപ്പെടേണ്ടതില്ല, അതിനെ പൊളിക്കപ്പെടേണ്ട. ഇതാണ് ഈ വിഷയത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ സാധാരണഗതിയിൽ അതിന്റെ അടിസ്ഥാന വിധി കറാഹത്താണെന്നാണ്. വഖഫ് ചെയ്യപ്പെട്ട മക്ബറയിലോ മുസബ്ബലത്തായ മക്ബറയിലോ ആണെങ്കിൽ അത് ഹറാമാണെന്നാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് അതിനെ പൊളിക്കപ്പെടണമെന്നുമാണ്. സ്വകാര്യ സ്ഥലത്ത് കറാഹത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ബിൽഡിംഗ് അല്ലെങ്കിൽ ആ എടുപ്പ് പൊളിക്കപ്പെടേണ്ട എന്നുമാണ് ശാഫിഈ മദ്ഹബിലെ വളരെ സുന്ദരമായിട്ട് ഈ വിഷയം ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ശറഹുൽ മുഹദ്ദബിൽ വിവരിക്കുകയാണ്. ഇനി ഈ വിവരണം എന്ന് പറയുന്നത് പൊതു പശ്ചാത്തലത്തിലാണ് എന്നതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ മനസ്സിലാക്കേണ്ടത്? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ പൊതുവായ പശ്ചാത്തലത്തിലാണ്. എന്നാൽ പ്രത്യേക പശ്ചാത്തലത്തിലും അതുപോലെ സാഹചര്യപരമായ കാരണങ്ങളാലും ചിലപ്പോൾ ഖബറിനെ കെട്ടിപ്പടുക്കലും ഖബറിനെ ഉയർത്തിക്കെട്ടലും വാജിബാകും. ശാഫിഈ മദ്ഹബ പറയുന്നത് ഖബറിനെ കെട്ടിയുയർത്തലും അടിമുതൽ കെട്ടിപ്പടുക്കലും മുകളിൽ നിന്ന് കെട്ടി ഉയർത്തലും നിർബന്ധമായി തീരും, വാജിബാകും എന്നാണ്. വഹാബികൾക്ക് എന്തു പറയാനുണ്ട്? നിങ്ങൾ അങ്ങോട്ട് കണ്ണടച്ചിട്ട് പറയല്ലേ നിങ്ങൾ ഖബർ കെട്ടിപ്പടുക്കൽ ശിർക്കാണെന്ന്. അല്ലെ, എന്തിനും ശിർക്ക്. തൊള്ള തുറന്നാൽ ശിർക്ക്, തൊള്ള അടച്ചാലും ശിർക്ക്, കണ്ണ് തുറന്നാലും ശിർക്ക്, കണ്ണ് പൂട്ടിയാലും ശിർക്ക്. ഇതിന്റെ പേര് മലയാളത്തിൽ ശിർക്കെന്നല്ല, ഇതിന് കിർക്ക് എന്ന് മലയാളത്തിൽ പറയും. കിറുക്ക്. കിറുക്കി എന്ന് പറയുന്നത് ഭ്രാന്തിന്റെ ഒരു ഇനമാണ്, ഒരു തരം ഭ്രാന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ശരിയായ ആവശ്യമുണ്ടെങ്കിൽ, ശറഅ് അംഗീകരിക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ ഖബറിനെ കെട്ടിപ്പടുക്കലും കെട്ടി ഉയർത്തലും അതിന്റെ മേൽ കുബ്ബയുണ്ടാക്കലും അവിടെ വിശ്രമ കേന്ദ്രമാക്കലും അല്ലെങ്കിൽ സിയാറത്തിന് വരുന്നവർക്ക് സൗകര്യപ്പെടുത്തുന്ന കേന്ദ്രമാക്കുക, അതിനുവേണ്ടി എടുപ്പുണ്ടാക്കുക എന്നുള്ളത് അനുവദനീയമാണ്. പലപ്പോഴും ഈ എടുപ്പുകൾ നിർബന്ധമായി തീരും എന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് അത്? ഞാൻ വെറുതെ പറയുന്നത് എന്റെ സ്വന്തമായ പറച്ചിലല്ല. മഹാന്മാരായ അയിമ്മത്ത് മുജ്തഹിദീങ്ങളും അവരുടെ ശിഷ്യഗണങ്ങളും ഈ വിഷയത്തിൽ കൂലങ്കുശമായ വിശദീകരണം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിനെ ഉദ്ധരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് സ്വന്തം അഭിപ്രായം പറയാനോ സ്വന്തം വീക്ഷണം പുലർത്താനോ ഈ വിഷയത്തിലെന്നല്ല. ദീനിന്റെ ഒരു കാര്യത്തിലും അവകാശമില്ല, അധികാരമില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ ബാബുൽ ജരീദി അലൽ ഖബരി എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ഖബറിന്റെ മേൽ ഈന്തപ്പന മട്ടലിനെ കുത്തുക, പച്ച ഈന്തപ്പന മട്ടൽ ഖബറിന്റെ മേൽ സ്ഥാപിക്കുന്നതിനെ പറ്റി പറയുന്ന അധ്യായം. ഈ അധ്യായത്തിൽ അദ്ദേഹം 3 അസറുകൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഒന്ന് ബുറൈദത്തുൽ അസ്ലമിയുടെ ഒരു അസറാണ്. ബുറൈദത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു തന്റെ ഖബറിൽ 2 ഈന്തപ്പന മട്ടലുകൾ സ്ഥാപിക്കുവാൻ വേണ്ടി വസിയത്ത് ചെയ്യുകയുണ്ടായി എന്ന് പറയുന്ന ഒന്നാമത്തെ അസർ. രണ്ടാമത്തെ അസർ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മേൽ ഒരു കൂടാരം കണ്ടു. ഫുസ്താത്ത് എന്ന് പറഞ്ഞാൽ ഖൈമ, ഒരു കൂടാരം എന്നാണ്. അപ്പൊ ആ കൂടാരം എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ആയിട്ട് ഉണ്ടാക്കിയതല്ല, അതിങ്ങനെ തർപ്പായി പോലെ കെട്ടിണ്ടാക്കിയതാണ്. അത് ഊരിയെടുക്കാനും പറ്റും. അപ്പൊ അതിന്റെ അവിടെ ഒരു കുട്ടി ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളോട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, യാ ഉലാം ഇൻസിഉഹു, അതിനെ നീ അഴിച്ചു വെച്ചളാ. എന്തുകൊണ്ട്? മയ്യത്തിന് തണലിട്ട് കൊടുക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. മയ്യത്തിന് തണല് എന്ന് പറയുന്നത് മയ്യത്ത് ജീവിതകാലത്ത് ചെയ്ത അമലുകളാണ് തണലിട്ട് കൊടുക്കുക. ഇതാണ് രണ്ടാമത്തെ അസർ. മൂന്നാമത്തെ അസറായിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, വഖാല ഖാരിജത്ത് ബിൻ സൈദ്, താബിഈ പ്രമുഖനായ ഖാരിജത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു പറയാണ്, താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖനാണ്. റഅയ്തു ലീ വനഹ്നു ശുബ്ബാനും ഫീ സമനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, എന്നെ ഞാൻ മനസ്സിലാക്കി, ഞങ്ങൾ ചെറുപ്പക്കാരാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണകാലത്ത്. വഇന്ന അശദ്ദനാ വസബതൻ അല്ലദീ യസിബു ഖബ്റ ഉസ്മാൻ ബിൻ മദ്ഊൻ ഹത്താ യുജാവിസഹു, ഞങ്ങളിൽ കൂടുതൽ ഉയർന്നു ചാടാൻ കഴിവുള്ളവൻ മഹാനായ ഉസ്മാൻ ബിൻ മദ്ഊൻ മുഹാജിരീങ്ങളിൽ നിന്ന് ആദ്യം വഫാത്തായ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഖബറടക്കൽ ചടങ്ങിന് നേതൃത്വം വഹിച്ച ആ മഹാനാണ് സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു. ഖബറിനെ ചാടിക്കടക്കാൻ കഴിവുള്ളവരാണ്. ഹത്താ യുജാവിസഹു, അതിനെ വിട്ടുകിടക്കുന്നത് വരെ. ഇവിടെ ചാടിക്കടക്കുക എന്ന് പറഞ്ഞാൽ ഹൈ ജമ്പാണ്, ലോങ് ജമ്പല്ല. മുജാഹിദുകൾ പറയുന്നത് ലോങ് ജമ്പാണ്. വസബ യസിബു വസബത്ത് എന്ന് പറഞ്ഞാൽ ഹൈ ജമ്പാണ്, മേൽപോട്ട് ചാടുക എന്നതാണ്. മനസ്സിലായോ? അപ്പൊ അത് ലോങ് ജമ്പാണെന്ന് പറഞ്ഞിട്ട് തടി സലാമത്താക്കാനൊന്നും പറ്റൂല. അത് ഈ അസറിൽ നിന്ന് രക്ഷപ്പെടാൻ അവര് അനുയായികൾക്ക് മുമ്പിൽ പതർച്ച വരുമ്പോൾ ഉപയോഗിക്കുന്ന അടവ് നയമാണ് എന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. ഇവിടെ മുജാഹിദുകൾ പറയും ഈ അസറിന് ഇമാം ബുഖാരി തങ്ങൾ സനദ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളത് സ്വീകരിക്കൂല എന്ന് മുജാഹിദുകൾ സലഫികൾ പറയാറുണ്ട്. സലഫിസത്തിന്റെ വക്താക്കൾ നമ്മുടെ കേരളത്തിലുള്ള സലഫി പ്രസ്ഥാനക്കാര് പറയാറുണ്ട് ഇങ്ങനെ. പക്ഷേ എന്നാൽ ഇമാം ബുഖാരി തങ്ങൾ തന്നെ അവിടുത്തെ താരീഖു സഗീറിൽ അതിന്റെ സനദ് പറഞ്ഞിട്ടുണ്ട്. കിതാബ് നോക്കണേ. ആരാണ് ഖാരിജത്ത് ബിൻ സയ്യിദ്? ഖാരിജത്ത് ബിൻ സയ്യിദ് ബിൻ സാബിത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബിയല്ലേ, അൻസാരി സ്വഹാബി. അവിടുത്തെ പുത്രനാണ് ഖാരിജത്ത് എന്നവര്. അഹദു സിഖാത്തി താബിഈന, താബിഈങ്ങളിൽ ഏറ്റവും വിശ്വസ്തരിൽപ്പെട്ട ഒരാളാണ്. വഹുവ അഹദു സബഅത്തിൽ ഫുഖഹാ മിൻ അഹ്ലിൽ മദീന, മദീനക്കാരിൽ മദീന നാട്ടിലുള്ള 7 സുപ്രസിദ്ധ മഹാപണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ് ഖാരിജത്ത് ബിൻ സയ്യിദ്. ചില്ലറക്കാരനല്ല, സാധാരണക്കാരനല്ല. വസലഹുൽ മുസന്നിഫ് ഫി താരീഖ് الصغير من طريق ابن اسحاق حدثني يحيى بن عبد الرحمن بن ابي عمرو الانصاري سمعت خالد بن زيد فذكره. അതിലെ സനദാണ് പറഞ്ഞത്. ഇപ്പൊ സനദില്ല എന്ന് പറഞ്ഞിട്ട് ബുഖാരി ഇമാമിന്റെ പേരിൽ കുതിര കയറാനൊന്നും വരേണ്ട സലഫികളെ എന്നാണ് സലഫികളോട് എനിക്ക് പറയാനുള്ളത്. വഫീഹി, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഖസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഇർഷാദു സാരി എന്ന കിതാബിലും ഒക്കെ പറഞ്ഞത് എന്താ പറഞ്ഞത്? വഫീഹി ജവാസു തഅലിയത്തിൽ ഖബരി വറഫ്ഇഹി അൻ വജ്ഹിൽ അർദി, ഖബറിനെ ഉയർത്തൽ, ഭൂമിയിൽ നിന്ന് അതിനെ മേൽപോട്ട് ഉയർത്തൽ ജായിസാണ് എന്ന് ഈ അസറിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറയുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് എന്ത്? അന്ന ദുർബൽ ഫുസ്താത്തി, ഖബറിന്റെ മുകളിൽ കൂടാരം അല്ലെങ്കിൽ എടുപ്പുണ്ടാക്കുക എന്നുള്ളത് ഇൻകാനലി വർദിൻ സഹീഹൻ, ശരിയായ ലക്ഷ്യത്തിനു വേണ്ടിയാണെങ്കിൽ കത്തസത്തുരുവിനെ ശംസി മസലൻ ലിൽ ഹയ്യി, അവിടെ സിയാറത്തിന് വരുന്ന ആളുകൾക്ക് വെയിൽ കൊള്ളാതിരിക്കുക പോലുള്ള, ലാലിൽ മയ്യത്തി, മയ്യത്തിന് തണലിട്ട് കൊടുക്കുക എന്ന ലക്ഷ്യമല്ലാതെ ഫഖദ് ജാസ, അത് ജായിസാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് ഇദാ ഉഇലിയൽ ഖബ്റു ലി വർദിൻ സഹീഹിൻ ലാ ലി ഖസ്ദിൽ മുബാഹാത്തി, അവ രണ്ടും ബഹുമാനപ്പെട്ടവർ ഉൾപ്പെടുത്തി. ഖബറിനെ സ്വന്തം കെട്ടിയുയർത്തുന്നതും ഉൾപ്പെടുത്തി, ഖബറിന്റെ മുകളിൽ എടുപ്പ് അല്ലെങ്കിൽ ഖബറിന്റെ മുകളിൽ ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് രണ്ടിനും ഉൾപ്പെടുത്തി ഒരേ ഇല്ലത്ത് പറഞ്ഞുകൊണ്ട് ലി വർദിൻ സഹീഹിൻ, ശരിയായ ഉദ്ദേശത്തിന് വേണ്ടിയാണെങ്കിൽ, ലാലി ഖസ്ദിൽ മുബാഹാത്തി, പൊങ്ങച്ചം ഉദ്ദേശമാക്കിയിട്ടല്ല, എന്നാ ജായിസ. അതെന്തിനാ അങ്ങനെ പറയുന്നത്? അത് ജായിസാണ്. ജായിസാവാൻ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എന്താണ്? സഹീഹായ വറദിന് വേണ്ടിയാണെങ്കിൽ ജായിസാണ്, പൊങ്ങച്ചം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജായിസല്ല. അപ്പൊ അത് കറാഹത്തോ അല്ലെങ്കിൽ ഹറാമോ ആയിത്തീരും എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. അപ്പോ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? ജൂത നസ്രാണികൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചുപോയാൽ മരിച്ചുപോയ ആ മയ്യത്തിനെ വളരെ അലങ്കാരപ്പെടുത്തിക്കൊണ്ട് നല്ല പുതിയ ഉടുപ്പൊക്കെ ധരിപ്പിച്ച് കസേരയിലൊക്കെ ഇരുത്തിയിട്ട് ആനയിച്ച് കൊണ്ടുപോയിട്ട് നല്ല ഭദ്രമായ പെട്ടിയിലൊക്കെ ആക്കിയിട്ട്, എന്താണ് ആ പെട്ടിക്ക് പറയാ? ശവപ്പെട്ടി എന്നാ പറയാ. ശവപ്പെട്ടി കുംഭകോണമൊക്കെ കേട്ടിട്ടുണ്ടല്ലേ നമ്മള്? ജോർജ് ഫെർണാണ്ടസിന്റെ കാലത്ത് ശവപ്പെട്ടി കുംഭകോണം അരങ്ങേറിയിട്ടുണ്ട് ഡൽഹിയിൽ. അപ്പൊ ഈ ശവപ്പെട്ടി എന്ന് പറയുന്ന ശവപ്പെട്ടിയിലൊക്കെ ആക്കിയിട്ട് അതില് വളരെ അത്തറുമ്പൊക്കെ സെന്റൊക്കെ പൂശിയിട്ട് വളരെ പൊങ്ങച്ചവും അതുപോലെ തന്നെ അങ്ങനെയുള്ള അലങ്കാര രൂപത്തിലാക്കിയിട്ട് മയ്യത്തിനെ മറമാടുന്ന
ഒരു സംസ്കാരം ജൂത നിസ്രാണികൾക്കുണ്ട്. അത് അവരുടെ ശിർക്കിന്റെ പ്രവർത്തനങ്ങളൊന്നുമല്ല, അതൊരു അനാചാര പ്രവർത്തനമായിട്ടാണ് അതിനെ കാണുന്നത്. ഇത്തരം അനാചാര പ്രവർത്തനങ്ങൾ ഏതുപോലെ, ഇപ്പൊ നമ്മൾ പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ പള്ളിക്ക് പെയിന്റ് അടിക്കാം, പള്ളിക്ക് മാർബിൾ ഇടാം, പള്ളിക്ക് ടൈൽസ് ഒട്ടിക്കാം, പള്ളിക്ക് എല്ലാം ചെയ്യാം. പക്ഷേ പള്ളി നമ്മളെ വീടുകളെ പോലെ എന്ത് ചെയ്യാൻ പാടില്ല, വീടിന്റെ മാതിരി ഇങ്ങനെ അലങ്കാര രൂപത്തിലാക്കാൻ പാടില്ല എന്നാണ്. അത് കറാഹത്താണ് എന്നാണ്. എന്നതുപോലെ ഖബറിൽ ഇങ്ങനെ അടക്കം ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ. ഈ അദബിൽ ഫായിദത്തി, അതിൽ ഒരു ഫായിദയും ഇല്ലല്ലോ എന്നാണ് അതിന്റെ കാരണമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ ജൂത നസ്രാനികളുടെ ആ സംസ്കാരം അതിന്റെ പ്രത്യേകിച്ച് കാരണം ഇല്ലെങ്കിൽ, ശരിയായ ആവശ്യം ഇല്ലെങ്കിൽ വേണ്ട, അതാണ് മുഖം. അപ്പൊ സഹീഹായ ഉദ്ദേശമുണ്ടെങ്കിൽ സിയാറത്തിന് വരുന്നവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഒരു ശർഅ് അംഗീകരിക്കുന്ന ഉദ്ദേശ്യമാണ്. അതുപോലെ തന്നെ അങ്ങനെ സഹീഹായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഖബർ ഉയർത്തപ്പെടുന്നതെങ്കിൽ പൊങ്ങച്ചം എന്നുള്ള ആ ഒരു ലക്ഷ്യം അവിടെ ഇല്ലെങ്കിൽ ജാസ എന്ന് പറയുന്നത് ആരാണ്? വഹാബികൾക്ക് എതിർക്കാൻ കഴിയില്ല. നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് അനുകൂലമാണെന്ന് തെറ്റിദ്ധരിച്ച, നിങ്ങൾക്ക് ഒരിക്കലും എതിർക്കാൻ നിർവാഹമില്ലാത്ത സ്വഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും പ്രഗത്ഭനായ വ്യാഖ്യാതാവായ അൽ ഹാഫിദ് എന്നും ഷെയ്ഖുൽ ഇസ്ലാം എന്നും ലോകം വാഴ്ത്തിപ്പറയുന്ന മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു വലിയ മുഹദ്ദിസാണ്, വലിയ ഹാഫിദാണ്, ശാഫിഈ മദ്ഹബിലുള്ള പ്രഗത്ഭനായ പണ്ഡിത വര്യനുമാണ്. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ഫത്ഹുൽ ബാരിയിലാണ് ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ മനസ്സിലാക്കണം. അൽവാഫി ആ ഇബാറത്ത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഇബാറത്ത് ഒന്ന് ഇതിലേക്ക് പേസ്റ്റ് ചെയ്താൽ വളരെ ഉപകാരപ്രദമായിരിക്കും. എന്താണ് ഇബാറത്ത്? ബർബൽ ഫുസ്താത്തി ഇൻകാനലി വർദിൽ സഹീഹിൻ കത്തസത്തുരി മിന ശംസി മസലൻ ലിൽ ഹയ്യി ലാ ലിഇദ്ലാലിൽ മയ്യിത്തി ഫഖദ് ജാസ വകഅന്നഹു യഖൂൽ ഇദാ ഉഇദിയ അൽ ഖബ്റു ലിഗർദിൻ സഹീഹിൻ ലാ ലിഖസ്ദിൽ മുബാഹാത്തി ജാസ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല നിങ്ങൾ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഒന്ന് രണ്ടാൾക്കാരൊക്കെ കേൾക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. ഇനി ഫത്ഹുൽ ബാരിയിൽ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു മറ്റൊരു സ്ഥലത്ത് ഇമാം ബൈദാവിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. എന്താണ്? ഖാലൽ ബൈദാവിയു ലമ്മാ കാനത്തിൽ യഹൂദു വൻ നസ്വാറ യസ്ജുദൂന ലിഖുബൂരിൽ അംബിയാഇ തഅദീമൻ ലിശൈഇഹിം വയജഅലൂനഹാ ഖിബ്ലതൻ യതവജ്ജഹൂന ഫിസ്സലാത്തി നഹ്വഹാ വത്തഖദൂഹാ ഔസാനൻ. ജൂത നസ്രാനികൾ അമ്പിയാക്കളുടെ ഖബറുകളിലേക്ക് സുജൂദ് ചെയ്യുന്നവരായിരുന്നു. അവരെ ബഹുമാനിക്കാൻ വേണ്ടി, അവരെ ഖിബലയാക്കാൻ വേണ്ടി. എന്നിട്ട് നിസ്കാരത്തിൽ ആ ഖബറിന്റെ നേർക്ക് തിരിഞ്ഞു നിസ്കരിക്കും. അതുപോലെ തന്നെ ആ ഖബറുകളെ ബിംബങ്ങളാക്കുകയും ചെയ്യും. അങ്ങനെയായപ്പോഴാണ് ലഅനഹും, അല്ലാഹുവിന്റെ റസൂൽ അവരെ ലഅനത്ത് ചെയ്തത്. അങ്ങനത്തെ പ്രവർത്തനം മുസ്ലിമീങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ളാഹ് കൽപ്പിച്ചതും. എന്നാൽ ഫഅമ്മാമൻ ഇത്തഖദ മസ്ജിദൻ ഫീ ജിവാരി സാലിഹിൻ വഖസദ തബറുക ബിൽ ഖുർബി മിൻഹു ലതഅദീമ ലഹു വലതവജ്ജുഹ നഹ്വഹു ഫലാ യദ്ഖുലു ഫീ ദാലികൽ വഈദ്. എന്നാൽ ഒരു സ്വാലിഹായ മനുഷ്യന്റെ ഖബറിന്റെ ചാരത്തായിട്ട്, ആ ഖബറിന്റെ ഉള്ളിലായിട്ടല്ല, ആ ഖബറിന്റെ ഒരു പാർശ്വത്തിലായിട്ട്, അതിന്റെ ഒരു ചാരത്തായിട്ട് ഒരു പള്ളിയുണ്ടാക്കി എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ, എന്തിനാ അവിടെ നിസ്കരിക്കുന്നത്? ഈ മഹാന്റെ സാന്നിധ്യത്തിൽ ആ മഹാന്റെ ബർക്കത്ത് ലഭിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ്. അല്ലാതെ നിസ്കരിച്ചുകൊണ്ട് ആ മഹാനിലേക്ക് നിസ്കരിച്ചുകൊണ്ട് മഹാനെ ബഹുമാനിക്കുക, നിസ്കാരത്തിൽ മഹാനിലേക്ക് മുന്നിടുക എന്ന് ലക്ഷ്യമാക്കാതെയാണെങ്കിൽ ഫലാ യദ്ഖുലു ഫീ ദാലികൽ വഈദി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ മുന്നറിയിപ്പിലും ഈ ആക്ഷേപത്തിലും ഈ ശാപത്തിലും ഒരിക്കലും തന്നെ അത് പ്രവേശിക്കുന്നതല്ല. നോക്കണം. അപ്പൊ ഇടിയങ്ങര ബഹുമാനപ്പെട്ട അലാവുദ്ദീനുൽ ഹിംസി റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത് സ്വകാര്യ സ്ഥലത്താണ്, അത് പൊതുസ്ഥലത്തല്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ ഖബർ ഒരു റൂമിലായിട്ടാണുള്ളത്. അതിന്റെ ഇപ്പുറത്ത് വേറെ ഒരു പള്ളിയുണ്ട്, അത് വേറെ റൂമിലായിട്ടാണ്. അങ്ങനെയാകുന്നതിന് വിരോധമില്ല. അത് ഈ ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചതിൽ അത് ഉൾപ്പെടുന്നില്ല എന്ന്
ബഹുമാനപ്പെട്ട ഇമാം ബൈദാവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതും ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അത് ഉദ്ധരിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രവുമല്ല, ഇനി മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഒരു സ്ഥലത്തുള്ള ഹിംസ്ര ജന്തുക്കൾ അവിടെ കുഴിക്കുന്ന ഖബറുകൾ തുരന്നു മാന്തും എന്നുണ്ടെങ്കിൽ അവിടെ ആ ഖബറിന് അടിമുതൽ ഭദ്രമായി പടുത്തുയർത്തൽ നിർബന്ധമാണ്, വാജിബാണ്. ജായിസ് മാത്രമല്ല, അത് വാജിബാണ് എന്നാണ്. ഇനി അങ്ങനെ പടുത്തുയർത്തിയിട്ടും പ്രയോജനമില്ലാത്ത സാഹചര്യമാണെങ്കിൽ അപ്പൊ പെട്ടിയിലടക്കം ചെയ്യൽ നിർബന്ധമാണ്. പെട്ടിയിലടക്കം ചെയ്യൽ നിർബന്ധമാണ്. അത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിൽ ഒന്നിലധികം സ്ഥലത്ത് ആ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ മറ്റൊരു സ്ഥലത്ത് പറയാം, ഇൻ ഖുശിയ നബ്ശൻ ഔ ഹഫറു സബുഇൻ ഔ ഹദുമു സൈലിൻ, ഈ മയ്യിത്ത് മാന്തപ്പെടുമെന്ന് പേടിക്കപ്പെട്ടാൽ, ഹിംസ്രജന്തുക്കൾ തുരക്കുമെന്ന് പേടിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലിൽ തകർന്നു പോകുമെന്ന് പേടിക്കപ്പെട്ടാൽ, അപ്പോൾ അവിടെ പടുത്തുകെട്ടൽ കറാഹത്തില്ല, അതിനെ കുമ്മായം ഇട്ടുകൊണ്ട് ബലപ്പെടുത്തലും കറാഹത്തില്ല എന്നല്ല, ബൽ ഖദ് യജിബാനീന, അത് രണ്ടും നിർബന്ധമാകും എന്നാണ് ഈ പറഞ്ഞത്. അത് പബ്ലിക് ഭൂമിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, പതിവായ ഭൂമിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, വഖഫ് ചെയ്യപ്പെട്ട മക്ബറയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്ന് ഇതിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. ഇത് ശരിക്കും മനസ്സിലാക്കണം. ഇതൊന്നും ഈ വഹാബികൾക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ ഷാഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതരും തുഹ്ഫത്തുൽ മുഹ്താജിന്റെ പ്രഗൽഭ വ്യാഖ്യാതാവുമായ ഇമാം ഉമറുൽ ബസരി റളിയല്ലാഹു തആല അൻഹു പറയാണ്, യൻബഗി അൻ യകൂന മഹല്ലു ദാലിക ഇദാ ലം യകുൻ തമ്മ വർദുൻ സഹീഹുൻ ഫി തദ്ലീൽ വഇല്ലാ ഫലാ കറാഹത. ഖബറിന്റെ മുകളിൽ മേലാപ്പുണ്ടാക്കുന്നതിൽ ശരിയായ ലക്ഷ്യമുണ്ടെങ്കിൽ അവിടെ കറാഹത്തില്ല. അതേതുപോലെ മയ്യത്തിന്റെ മേൽ ഖുർആൻ പാരായണം പോലോത്തതിനു വേണ്ടി ഒരുമിച്ച് കൂടുന്ന സിയാറത്തിന് വരുന്ന ആളുകൾക്ക് ചൂട് തണുപ്പിൽ നിന്ന് സംരക്ഷണം കൊടുക്കുക പോലുള്ളതാണ് ഉദ്ദേശമെങ്കിൽ അവിടെ മേൽക്കൂര നിർമ്മിക്കുന്നതോ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതോ കറാഹത്ത് പോലും ഇല്ല എന്ന് മഹാനായ സയ്യിദ് ഉമറുൽ ബസരി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയ ഇബാറത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിച്ചത്. നിരുപാധികമായിട്ട് നിരന്തരമായിട്ട് ഖബറിനെ കെട്ടിപ്പടുക്കൽ അത് ഹറാമാണ്, അത് ശിർക്കാണ് എന്ന് പറയുന്ന വഹാബികൾ എവിടെ പോയി? ഷാഫിഈ മദ്ഹബ് അവർക്ക് അനുകൂലമാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കുന്ന വഹാബികൾ എവിടെ പോയി? നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ പ്രഭാഷണാനന്തരം മൈക്കയിൽ വരാം, ചോദ്യങ്ങൾ ചോദിക്കാം. ഓരോ ഇബാറത്തിന്റെയും ഉള്ളിലേക്ക് ഇറങ്ങി തന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ചോദിക്കാം. ഞാൻ അടിവരയിട്ടുകൊണ്ട് ആവർത്തിച്ചു പറയുകയാണ്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശരിയായ ഉദ്ദേശമുണ്ടെങ്കിൽ സിയാറത്തിന് വരുന്നവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുക പോലുള്ള ശരിയായ ഉദ്ദേശമുണ്ടെങ്കിൽ അത് അനുവദനീയമാണ്. പൊതുസ്ഥലത്താണെങ്കിലോ, അല്ലെങ്കിൽ പൊതുസ്ഥലം എന്നോട് ഞാൻ ഉദ്ദേശിച്ചത് മുസബ്ബലത്തായ ഭൂമിയാണ്, അഥവാ പതിവായി മറമാടിപ്പോരുന്ന ഭൂമി, അല്ലെങ്കിൽ വഖഫ് ചെയ്യപ്പെട്ട മക്ബറ, ഖബർസ്ഥാൻ, ഇങ്ങനെയുള്ള ഭൂമിയിലാണെങ്കിൽ അത് പ്രത്യേക ലക്ഷ്യമില്ലെങ്കിൽ ഹറാമുമാണ്. പ്രത്യേക ലക്ഷ്യം ഉള്ളിടത്താണെങ്കിലോ, അഥവാ ശരിയായ ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ, പൊങ്ങച്ചം പോലുള്ള ആഭിജാത്യം പോലുള്ള തെറ്റായ പ്രവണതയില്ലെങ്കിൽ അത് അനുവദനീയമാണ് എന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു ഒന്നിലധികം സ്ഥലത്ത് രേഖപ്പെടുത്തിയത് നമ്മൾ വായിച്ചു. എന്നല്ല, പലപ്പോഴും ഖബർ കെട്ടിയുയർത്തലും കെട്ടിപ്പടുക്കലും നിർബന്ധമായി തീരും എന്നു തന്നെ ശാഫിഈ മദ്ഹബിന്റെ വിധി ഇവിടെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയെടുത്തു. ഇതൊന്നും ചിന്തിക്കാതെ, ഇതൊന്നും കാണാതെ, ഇതൊന്നും അറിയാതെ, അറിവില്ല എന്നതുപോലും അറിയാതെ, ജഹലിനെ, അറിവില്ലായ്മയുടെ വീര്യം കൂട്ടി വീണ്ടും അറിവില്ലായ്മയിലൂടെ, ജഹാലത്തിലൂടെ
ഈ വിഷയം സംസാരിക്കുന്ന സലഫി പ്രസ്ഥാനക്കാർ, സലഫിസം, ഈ സലഫിസം അതിന്റെ ഭീകരമായ ആരോപണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സലഫിസം അതിന്റെ ഭീകരത ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭീകരമായ വാദങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രത്യേക ലക്ഷ്യമില്ലെങ്കിൽ മുസബ്ബലത്തായ ഭൂമി അല്ലെങ്കിൽ വഖഫ് ചെയ്യപ്പെട്ട ഖബർസ്ഥാനിൽ ഹറാമാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് ശിർക്കായി തീരുന്നത് കൊണ്ടാണോ? അല്ലെങ്കിൽ ശിർക്കിനേക്കുള്ള വസീല എന്ന് ഒരല്പം സ്ട്രോങ് കുറച്ച് കണ്ടിപ്പോ ചില വഹാബികൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത് രണ്ടും അല്ല. പിന്നെന്താണ് അതിന്റെ കാരണം? മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇനി ബഹുമാനപ്പെട്ടവരുടെ വാചകം അങ്ങനെ തന്നെ ഞാൻ ഉദ്ധരിച്ചു തരാം. എന്താ ഷാഫി ഇമാം പറഞ്ഞത്? لئلا يحجر على الناس موضع القبر فلا يدفن فيه أحد فيضيق ذلك بالناس. ഖബർ കെട്ടിയുയർത്തിയാലോ കെട്ടിപ്പടുത്താലോ അതിന്റെ മുകളിൽ എടുപ്പുണ്ടാക്കിയാലോ അത് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കും. ജനങ്ങളുടെ സ്ഥലം അപഹരിക്കപ്പെടും. അപ്പൊ മറ്റൊരാൾ അവിടെ മറമാടപ്പെടാൻ പറ്റൂല. അത് ജനങ്ങൾക്ക് പ്രയാസമായി തീരും. അത് ഖബർ എടുക്കുണ്ടാക്കൽ മാത്രമല്ല, അവിടെ വിറക് വര ഉണ്ടാക്കലും ഹറാം തന്നെയാണ്. അല്ലെങ്കിൽ അവിടെ കുളിമുറി ഉണ്ടാക്കലും ഹറാം തന്നെയാണ്. അല്ലെങ്കിൽ അവിടെ ബാത്റൂം ഉണ്ടാക്കലും ഹറാമു തന്നെയാണ്. അതല്ലെങ്കിൽ അവിടെ ഒരു പള്ളി ഉണ്ടാക്കലും ഹറാമു തന്നെയാണ്. ആളുകൾ പതിവായി മറമാടിപ്പോരുന്ന സ്ഥലം, അല്ലെങ്കിൽ വഖഫ് ചെയ്യപ്പെട്ട മഖ്ബറകൾ, ഖബർസ്ഥാനുകൾ, അവിടെ ഖബർ കെട്ടിപ്പടുക്കൽ മാത്രമല്ല ഹറാമായത്, അവിടെ ഒരു പള്ളി എടുക്കൽ ഹറാമാണ്, അവിടെ ഒരു ബാത്റൂം ഉണ്ടാക്കൽ ഹറാമാണ്, അവിടെ ഒരു വിറകുപുരണ്ടാക്കൽ ഹറാമാണ്, അവിടെ ഒരു ഗോഡൌൺ ഉണ്ടാക്കൽ ഹറാമാണ്. ഇതൊക്കെ ഹറാമാണ്. അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കേൾക്കുന്ന ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മളെ കേരളത്തിലെ പല പള്ളികളിലും പിന്നെ എന്തുണ്ടല്ലോ, ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, ക്യാൻറ്റീനും മെസ്സുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്നുള്ള ചോദ്യം വരും. ആ ചോദ്യത്തിന് മറുപടി അത് ആ സ്ഥലത്തിന്റെ ആധാരം പരിശോധിച്ചാൽ അതിന്റെ മറുപടി കിട്ടും. അത് നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ളത് പലതും പള്ളിപ്പറമ്പായിട്ടും ഖബർസ്ഥാനായിട്ടും രണ്ടിനും കൂടി ഉപയോഗിക്കാനാണ്. അപ്പൊ പള്ളിയിൽ നടക്കുന്ന വിഷയങ്ങൾക്ക്, ആവശ്യമായ കാര്യങ്ങൾക്ക്, പള്ളിയുടെ സാധനങ്ങൾ വെക്കാന്, അവിടെ വരുന്ന ആളുകൾക്ക് ശുചീകരണം നടത്താന്, ശൗച്യം ചെയ്യാന്, കുടിക്കാന്, അതിനൊക്കെ സൗകര്യപ്പെടുത്താനും കൂടിയായിട്ടായിരിക്കും ആ സ്ഥലം വഖഫ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത് ഓരോ പള്ളിയുടെയും ആധാരങ്ങൾ പരിശോധിച്ചതിന് ശേഷമല്ലാതെ, അതിനെ വഖഫ് ചെയ്തപ്പോൾ പറഞ്ഞ നിബന്ധന നോക്കിയിട്ടല്ലാതെ അതിന് ഒരു പൊതുവായ ഒരു നിയമം പറയാൻ സാധിക്കുകയില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്, തെറ്റിദ്ധരിക്കേണ്ടെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? ലിമാ ഫീഹി മിന തദീഖീന. ഇങ്ങനെ കെട്ടിപ്പടുത്താലും കെട്ടിയുയർത്തിയാലും ബിൽഡിംഗ് എടുത്താലും അത് ജനങ്ങളെ കുടുസാക്കൽ വരുന്നുണ്ട്. മാത്രമല്ല ബിൽഡിംഗ് മയ്യത്ത് നുരുമ്പിക്കഴിഞ്ഞാലും അത് നിലനിൽക്കും. ഫയുഹറമുന്നാസു തിൽക്കൽ ബുഖഅതാന. അപ്പൊ ആ സ്ഥലം ആളുകൾക്ക് തടയപ്പെടും. അതാണ് അതിന് കാരണം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഷിർക്കാണെന്നോ വസീലത്തുനില ഷിർക്കാണെന്നോ എവിടുന്ന് കിട്ടി ഈ പമ്പര വിഡ്ഢിത്തം? ഈ ഇബ്നു തൈമിയ്യൻ സിദ്ധാന്തവും അതുപോലെ തന്നെ ഷൗക്കാനിയൻ സിദ്ധാന്തവും മുബാറക് ഫൂരിയൻ സിദ്ധാന്തവും ആലൂസിയൻ സിദ്ധാന്തവും ആ പരിപ്പ് ഇവിടെ വേവില്ല. അത് ഞങ്ങളെ മുമ്പിൽ പറയണ്ട, അത് ഇമാമിയങ്ങളെ മുമ്പിൽ ജൽപ്പിക്കണ്ട, അത് മുസ്ലിമീങ്ങളെ മുമ്പിൽ പ്രലപിക്കണ്ട എന്നാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, എന്റെ ശ്രോതാക്കളോട് ഉണർത്താറുള്ളത്. ഇനി ഷാഫിഈ മദ്ഹബിൽ സ്വാലിഹീങ്ങളായ ആളുകളുടെ ഖബറുകൾ ഇങ്ങനെ സിയാറത്തിന് വരുന്ന ആളുകൾക്ക് സൗകര്യപ്പെടുത്താനും അതുപോലെ തന്നെ അവിടെ തവസ്സുൽ ഇസ്തിഗാസ നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനും തബറുക്കിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ അവിടെ എളുപ്പുകൾ ഉണ്ടാക്കുക. ഇതിന്റെ വിധി എന്താണ്? ഇത് ഷാഫിഈ മദ്ഹബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ പറയുന്നു ഷാഫിഈ മദ്ഹബ് നിരവാധികമായിട്ട് അതിൽ പറഞ്ഞ അടിസ്ഥാനപരമായ വിധിയല്ലാതെ സാഹചര്യപരമായ മറ്റൊരു വിധിയും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് വഹാബികൾ നാൾക്കുനാളെ വാട്സപ്പിലും മറ്റുള്ള കേന്ദ്രങ്ങളിലും നിരന്തരമായി പ്രചണ്ഡമായി പ്രചാരണം അടിച്ചുവിട്ടിരിക്കുകയാണ്. അവരോട്
വളരെ മാന്യമായ ഭാഷയിൽ പറയാനുള്ളത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. നിങ്ങൾക്ക് നിങ്ങളുടെ മൗലവിയാക്കൾ ചൊല്ലിത്തരുന്നതിനെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുക എന്ന ആ ഒരു പ്രവണതയിൽ നിന്ന് നിങ്ങളൊന്ന് ഉയർന്നു വരണം. നിങ്ങൾ മാനസികമായിട്ട്, ബുദ്ധിപരമായിട്ട്, വൈജ്ഞാനികമായിട്ടുള്ള വികസനത്തിലേക്ക് നിങ്ങൾ വരണം. നിങ്ങൾ പഠനരംഗത്ത് വികാസം പ്രാപിക്കണം. ശുഷ്കിച്ച മനസ്സ് ഒന്ന് മാറ്റിവെക്കണം. വളരെ ശോഷിച്ച അറിവിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. മറിച്ച് വിശാലമായ മനസ്സിലേക്കും പ്രവിശാലമായ വിജ്ഞാനത്തിലേക്കും നിങ്ങൾ കടന്നു വരണം. പഠനാർഹമായ ഗവേഷണത്തിലേക്ക് അല്ലെങ്കിൽ പഠനത്തിലേക്ക് നിങ്ങൾ മുതിരണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു എന്താ പറഞ്ഞത്? യജൂസു ലിൽ മുസ്ലിമി വദ്ദിമ്മി അൽ വസിയ്യതു ലിഇമാറത്തിൽ മസ്ജിദിൽ അഖ്സ വഗൈരിഹി മിനൽ മസാജിദ്. മസ്ജിദുൽ അഖ്സയാവട്ടെ മറ്റു പള്ളികളാവട്ടെ അവയുടെ പരിപാലനത്തിന് വേണ്ടി തന്റെ സ്വത്തിന് മരണാനന്തരം വിനിയോഗിക്കുവാൻ വേണ്ടി വസിയ്യത്ത് ചെയ്യൽ മുസ്ലിമിനും അതുപോലെ തന്നെ ദിമ്മിയായ അമുസ്ലിമിനും ജായിസാണ്. വലിഇമാറത്തി ഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീന, പള്ളി പരിപാലനം മാത്രമല്ല, അംബിയാക്കൾ സ്വാലിഹീങ്ങളുടെ ഖബറുകളുടെ ഇമാറത്ത്, അതിന്റെ പരിപാലനത്തിന് വേണ്ടിയും തന്റെ സ്വത്തിനെ നീക്കിവെക്കൽ ജായിസാണ്. എന്താണത് ജായിസാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ലിമാ ഫീഹാ മിൻ ഇഹ്യാഇ സിയാറത്തി വത്തബറുകി ബിഹാ. കാരണം ആ ഇമാറത്തിൽ അല്ലെങ്കിൽ ആ വസിയ്യത്തിൽ അവിടെ വരുന്ന സിയാറത്തിനെ സജീവപ്പെടുത്തലുണ്ട്. ആ ഖബറുകളെ കൊണ്ട് ബർക്കത്തെടുക്കുക എന്ന സംഗതിയും അതിൽ ഉണ്ട്. അപ്പോ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ഒരു ആശയത്തിന് വേണ്ടിയാണ് തന്റെ സ്വത്തിനെ ചെലവഴിക്കുന്നത് എന്നത് കൊണ്ട് തന്നെ അത് അനുവദനീയമായ പ്രക്രിയയാകുന്നു എന്ന്, അല്ലെങ്കിൽ അത് സുന്നത്തായ കർമ്മമാണ്. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ കുർബത്തിനെ പിന്നെ വസിയ്യത്ത് ഉണ്ടാവുള്ളൂ, കേവലം മുബാഹിൽ വസിയ്യത്ത് ഉണ്ടാവില്ല. അപ്പൊ പുണ്യകർമ്മമായ ഈ വസിയ്യത്ത് അനുവദനീയം ജായിസ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് അത് പുണ്യകർമ്മമാണ് എന്നതാണ്. മനസ്സിലാക്കണം. ഇതാരാ പറയുന്നത്? ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ആണ് പറയുന്നത്. എവിടെയാ പറയുന്നത്? അവിടുത്തെ ലോകപ്രസിദ്ധ ഗ്രന്ഥമായ റൗളത്തുത് ത്വാലിബീനിൽ വസിയ്യത്തിന്റെ ബാബിലാണ് ഇത് പറയുന്നത്. റൗളത്തുത് ത്വാലിബീൻ ഫീ ബാബിൽ വസിയ്യ. അൽവാഫിയ ഇബാറത്തൊന്ന് പേസ്റ്റ് ചെയ്താണെങ്കിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാൻ. എന്റെ ഈ ലാപ്ടോപ്പിൽ മക്തബ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇനി ഈ വിഷയത്തിൽ ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാം. ഈ വിഷയത്തിൽ ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാം. എന്താണ് ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായമാണ് പറയാൻ പോകുന്നത്. ഏതെങ്കിലും ദുർബലമായ അഭിപ്രായം അല്ല. ദഈഫായ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ആരും തന്നെ ചിരിക്കാൻ നിൽക്കണ്ട. എന്റെ ശബ്ദം ഏതെങ്കിലും കോണിൽ നിന്ന് നിരീക്ഷിക്കുന്ന, വീക്ഷിക്കുന്ന, ശ്രവിക്കുന്ന ആര് തന്നെ ഉണ്ടെങ്കിലും അവരൊന്നും തന്നെ അതൊക്കെ ദുർബലമാണ് എന്ന് പറഞ്ഞിട്ട് സമാധാനമടയാൻ നിൽക്കണ്ട. ഇബാറത്തുൽ നിഹായത്തി വൽ മോഹിനി എന്താ പറയുന്നത്? ഇമാം റംലി അവിടുത്തെ നിഹായയിലും ഖതീബ് ഷിർബീനി അവിടുത്തെ മൗലിൽ മുഹ്താജിലും പറയുകയാണ്. എന്താ പറയുന്നത്? വമഹല്ലു ദാലിക കമാ ഖാലഹുൽ മുഅല്ലിഫു ബിനു ഹംസത. എന്താണ്? ഒരു മസല പറയാണ്. ആദ്യ ഒരു മസല പറയാണ്. വലവിൻ മഹഖൽ മയ്യിതു വസാറ തുറാബൻ ജാസ നബ്ശുഹു വദ്ദഫനു ഫീഹി ബൽ തഹ്റുമു ഇമാറത്തുഹു വതസ്വീതു തുറാബിഹി ഫീ മുസബ്ബലത്തിൻ ബിതഹ്ജീരിഹി അലന്നാസ്. അതാണ് മസല. അഥവാ മറമാടപ്പെട്ട മയ്യത്ത് കുറേ വർഷങ്ങൾക്ക് ശേഷം അത് ദ്രവിച്ചു നുരുമ്പിപ്പോയാൽ, അത് മണ്ണായി മാറിയാൽ, എന്നാൽ ഇനി ആ ഖബർ മാന്തൽ ജായിസാണ്, അവിടെ മറ്റൊരാളെ മറമാടലും ജായിസാണ്. അല്ലാതെ ആ ഖബറിന് പരിപാലന കർമ്മം ചെയ്യൽ നിഷിദ്ധമാണ്, അതിന് മണ്ണിട്ടുകാണ്ട് മൂടലും നിഷിദ്ധമാണ്. മുസബ്ബലത്തായ പതിവായി മറമാടിപ്പോരുന്ന സ്ഥലത്താണെങ്കിൽ, കാരണം അത് മറ്റുള്ളവരുടെ സ്ഥലം അപഹരിക്കൽ അതിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞ ആ മസ്അല വിശദീകരിച്ചുകൊണ്ട് നിഹായിൽ പറയാണ്. മഹല്ലു ദാലിക കമാ ഖാലഹുൽ മുഅല്ലിഫ് ബിൻ ഹംസത ഫീ മുശ്കിലിൽ വസീത്ത് മാ ലം യകുനിൽ മദ്ഫൂൻ സ്വഹാബിയൻ ഔ മിമ്മൻ ഇസ്തഹറത്ത് വിലായത്തുഹു. ഈ മറമാടപ്പെട്ടയാള് സഹാബിയോ അല്ലെങ്കിൽ വിലായത്ത് പ്രസിദ്ധനായ ഔലിയാക്കളോ സ്വാലിഹീങ്ങളോ ആയാലൊഴികെ.
ഇല്ല അങ്ങനത്തെ ആളുകളാണെങ്കിൽ ഇന്തന നബിഷുഹു ഇന്ദൻ ഇൻഹയാക്ക്, ഈ നുരുമ്പുന്ന കാലയളവ് കഴിഞ്ഞാൽ പോലും അവരെ മാന്താൻ പാടില്ല, ഹറാമാണ്. എന്താണ് അയ്യദഹു ബിൻ ശുഹബ, മഹാനായ ഇമാം ഇബ്നു ശുഹബ റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞതിനെ ബലപ്പെടുത്തി പറയുകയാണ്, ബി ജവാസിൽ വസിയ്യത്തിൽ ഇമാറത്തി ഖുബൂരിൽ ഔലിയാഇ വസ്വാലിഹീന ബിമാ ഫീഹി മിൻ ഇഹ്യാഇ സിയാറത്തി വത്തബറുക്കി. ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറിടത്തിൽ സിയാറത്തിനെ സജീവമാക്കാനും ബർക്കത്തെടുക്കുവാനും വേണ്ടി അവരുടെ ഖബറുകളിൽ പരിപാലന കർമ്മം ചെയ്യൽ ജായിസാണല്ലോ, അതിനുവേണ്ടി വസിയത്ത് ചെയ്യൽ ജായിസാണല്ലോ എന്നുള്ള മസ്അല പറഞ്ഞുകൊണ്ട് ഇതിനെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഖദിയത്തുഹു ജവാസു ഇമാറത്തി ഖുബൂരിഹിം മഅൽ ജസ്മി ഹുനാ ബിമാ മറ മിൻ ഹുർമത്തി അല്ലെങ്കിൽ ഹിർമത്തി തസ്വിയത്തിൽ ഖബരി വ ഇമാറത്തിഹി ഫിൽ മുസബ്ബല. മുസബ്ബലായ ഭൂമിയിൽ ഖബറിൽ തസ്വിയത്ത് ചെയ്യുക എന്ന് വെച്ചാൽ അവിടെ കൂടുതൽ ഉയർത്തുകയും അതിന് പരിപാലന കർമ്മം ചെയ്യലും മുസബ്ബലായ ഭൂമിയിലാണെങ്കിൽ ഹറാമാണെന്ന് നബിമാം പറഞ്ഞു. അതേ നബിമാമ തന്നെ വസിയത്തിന്റെ ബാബിൽ മഹാന്മാരുടേതാണെങ്കിൽ ജായിസാണ് എന്നും പറഞ്ഞു. ഇത് രണ്ടും ഒരാളെന്നെ പറയുന്നത്. അപ്പൊ സഹീഹായ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ ജായിസാണെന്ന് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ സഹീഹുൽ ബുഖാരിയുടെ അസറിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ അതേ ആശയം ഇമാം നവവി, ആരാണ് ഇമാം നവവി? ഈ പറഞ്ഞ ഇബ്നു ഹജർ അൽ അസ്ഖലാനി പോലും അവരുടെ കിതാബുകളില് അവലംബിക്കുന്ന ലോകമംഗീകരിച്ച നിസ്തുലനായ മഹാപണ്ഡിതൻ, നിഷ്കാമിയായ മഹാപണ്ഡിതൻ, അഗ്രേസ്യനായ പണ്ഡിതൻ, ഇസ്ലാമിക ലോകം അംഗീകരിച്ച പണ്ഡിതൻ, പരിശുദ്ധ ദീനിന്റെ കാവലാളായി ലോകം വാഴ്ത്തി പറയുന്ന മഹാപണ്ഡിതൻ അബൂ സക്കരിയ യഹ്യ ഇബ്നു ഷറഫിൻ നവവി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ഈ വസിയ്യത്ത് ജായിസാണെന്നുള്ള മസ്അല എടുത്തു വെച്ചുകൊണ്ട് ഇബ്നു ശുഹബ അതിനെ ബലപ്പെടുത്തുകയും ചെയ്തു എന്ന് നിഹായിൽ കാണാം. ഇതേ മസ്അല തന്നെ മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിൽ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എന്താണ്? വലവിൻ മഹക്കൽ മയ്യിത്തു വസാറ തുറാബൻ ജാസ നബിശുഹു വദ്ദഫന ഫീഹി ബൽ തഹറുമു ഇമാറത്തുഹു വതസ്വിയത്തു തുറാബിഹി ഫീ മുസബ്ബലത്തിൽ തഹ്ജീരിഹി അലന്നാസ്. അവിടെ പറയാം ഖാല ബഅദുഹും ഇല്ലാ ഫീ സ്വഹാബിയ്യിൻ വമശ്ഹൂരിൽ വിലായ, സ്വഹാബി പ്രസിദ്ധ വലിയ പോലോത്തവരിലൊഴികെ. ഫലാ യജൂസു, അതിന് മാന്താൻ പറ്റൂലാന്ന. വൈനിൻ മഹക്ക, നിരുമ്പുന്ന കാലം കഴിഞ്ഞാലും ശരീന. തെളിവെന്താണ്? വയുഅയ്യിദുഹു തസ്രീഹുഹുമാ ബിജവാസിൽ വസിയ്യത്തി ബിഇമാറത്തി ഖുബൂരി സ്വാലിഹീന, മഹത്തുക്കളുടെ ഖബറുകളുടെ പരിപാലന കർമ്മം കൊണ്ട് വസിയ്യത്ത് ജായിസാണ്, ഇതിനുവേണ്ടി സ്വത്ത് നീക്കിവെക്കൽ ജായിസാണെന്ന് ഇമാം നവവിയും ഇമാം റാഫിഈ റഹിമഹുമുല്ലാ രണ്ടുപേരും സംയുക്തമായി രേഖപ്പെടുത്തിയ കാര്യം ഈ പറഞ്ഞതിനെ ബലപ്പെടുത്തുന്നു, ശക്തിപ്പെടുത്തുന്നു എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമിയാ പറഞ്ഞിട്ടുള്ളത്. എവിടെ പോയി നിങ്ങൾ ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ ഫതാവൽ കുബ്ര ഉദ്ധരിക്കാറുണ്ട്, ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ സവാജിർ ഉദ്ധരിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ ഇബ്നു ഹജർ തങ്ങളുടെ ആ പദങ്ങൾ ഉദ്ധരിക്കുന്നതിന്റെ തൊട്ട് അപ്പുറത്ത് തന്നെ ബഹുമാനപ്പെട്ടവര് നബിഷിന്റെ മസ്അല പറഞ്ഞിടത്ത് എന്തു പറഞ്ഞു? നിങ്ങൾ അതെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല, അതെന്തുകൊണ്ട് ആലോചിക്കുന്നില്ല, അതെന്തുകൊണ്ട് പഠിക്കുന്നില്ല, അതെന്തുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നില്ല? മൗലവിയാക്കൾ നിങ്ങളുടെ കൽബിലേക്ക് ഇട്ടുതരുന്ന വിശുദ്ധമല്ലാത്ത അവിശുദ്ധമായ ആശയങ്ങൾ മാത്രം തലയിൽ കയറ്റിയിട്ട് അന്ധമായിട്ട് അവരെ അനുകരിക്കുന്ന ഈ പ്രവണതയുണ്ടല്ലോ, അത് ഈ സലഫി പ്രസ്ഥാനക്കാര് അതിൽ നിന്ന് വിട്ടുനിൽക്കണം, ഒഴിവാകണം എന്നാണ് എനിക്ക് വളരെ വിനയത്തിന്റെ ഭാഷയിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇതൊക്കെ അവർ വെറുതെ പറഞ്ഞതല്ല, അവരൊക്കെ വളരെ വ്യക്തമായ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പൊതുവിൽ സാധാരണഗതിയിൽ സ്വകാര്യ സ്ഥലത്തു കറാഹത്തും പൊതുസ്ഥലത്ത് ഹറാമും എന്ന് പറഞ്ഞ പൊതുസ്ഥലത്ത് ഹറാമാകുന്ന വേളയിൽ കെട്ടിപ്പടുത്തതിനെ പൊളിച്ചുകളയണം എന്ന് പറഞ്ഞതിന് അതും തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാ പറഞ്ഞത്. അരിയാർത്ഥങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചു. എന്നിട്ട് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ പോയിട്ട് അവിടെ ഉള്ള ബിംബങ്ങളെ തകർക്കാൻ വേണ്ടി കൽപ്പിച്ചു. അവിടെ ഉയർന്നു നിൽക്കുന്ന ഖബറുകളെ നിരപ്പാക്കാനും കൽപ്പിച്ചു.
അവിടെയുള്ള ഫോട്ടങ്ങൾ, പ്രതിമകൾ അവയെ തകർക്കാനും കൽപ്പിച്ചു എന്നാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിന്റെ മേൽ എടുപ്പുണ്ടാക്കുന്നതിനെ വിലക്കി എന്ന് പറയുന്ന ഹദീസിൽ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പൊ ഇങ്ങനെയുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ മദീനയിൽ ഒരുപാട് ബിംബങ്ങളും പ്രതിമകളും നിലകൊള്ളുന്ന സാഹചര്യത്തിലാണ് അലിയാർ തങ്ങൾ അയക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ആ ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ ഇതിന് കാരണം എന്താണ്? എന്തിനാണ് ബഹുമാനപ്പെട്ടവരെ ഇതിന് നിയോഗിച്ചത്? ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഖാദി ഇയാദ് പറഞ്ഞത് എന്താണ്? ഖാലിൽ ഇമാം മദ്ഹബ് മാലിക്. ഖാദി ഇയാദ് എന്ന് പറഞ്ഞാൽ മാലിക്കി മദ്ഹബിലുള്ള ഇമാമാണ്. മാലിക്കി മദ്ഹബുകാരനായ ഇമാമാണ് ഖാദി ഇയാദ്. ഷാഫി മദ്ഹബിലുള്ള പ്രഗത്ഭ ഇമാമായ ഇമാം നവവി റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിന്റെ തന്റെ പ്രസിദ്ധ വ്യാഖ്യാനമായ ശർഹ് മുസ്ലിം ഏറ്റവും കൂടുതൽ അവലംബിച്ചുകൊണ്ട് ഉദ്ധരിച്ച പണ്ഡിതനാണ്. ഹദീസിന്റെ വ്യാഖ്യാനത്തിലാവട്ടെ, ചരിത്ര വിശദീകരണത്തിലാവട്ടെ, മറ്റു വൈജ്ഞാനിക കാര്യങ്ങൾക്കാവട്ടെ ഏറ്റവും അധികം അവലംബിച്ച പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഒരു മാലിക്കി മദ്ഹബുകാരനാണ്. അവിടുന്ന് പറയാണ്, മദ്ഹബ് മാലിക്കിൻ കറാഹിയത്തുൽ ബിനാഇ വൽ ജസ്സു അനിൽ ഖുബൂർ. ഖബറുകൾക്കുമേൽ എടുപ്പുണ്ടാക്കലും കുമ്മായമിടലും കറാഹത്താണെന്നാണ് മാലിക്കി മദ്ഹബ്. വഅജാദഹുൽ മുഖാലിഫു. എന്നാൽ അബൂ ഹനീഫ ഇമാം അതിനെ അനുവദിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഹദീസ് അബൂ ഹനീഫ ഇമാമിന് എതിരിലാണെന്ന് പറഞ്ഞിട്ട് പറയാണ്, വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവ്വൈതഹു. പൊന്തി നിൽക്കുന്ന ഖബറുകളെ നിരപ്പാക്കണമെന്ന് പറഞ്ഞ ആ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, കാനൽ മഫ്ഹൂമു മിന ശരീഅത്തി അന്നഹു ഇന്നമാ കുരിഹ ലിൽ മുബാഹാത്തി. അത് പൊങ്ങച്ചത്തിന് വേണ്ടിയായതുകൊണ്ടാണ് കറാഹത്തായത്. പൊതുസ്ഥലത്തും പബ്ലിക് ഭൂമിയിൽ എന്ന് വെച്ചാൽ പതിവായി മറമാടിപ്പോരുന്ന ഭൂമിയിലാണെങ്കിൽ, പബ്ലിക് ഭൂമി എന്ന് പറഞ്ഞാൽ പല പബ്ലിക് ഭൂമികളുണ്ട്. ഇപ്പോ ഒരു നാട്ടുകാരുടെ പൊതുസ്ഥലം കളിസ്ഥലങ്ങളൊക്കെ അല്ലേ, ഒരു നാട്ടുകാരുടെ കളിസ്ഥലം, അവർക്ക് കളിക്കാൻ വേണ്ടി ആ നാട്ടുകാരൊക്കെ എല്ലാവരും കൂടി പൈസ കൊടുത്ത് കാണുന്ന ഒരു ഗ്രൗണ്ട് വാങ്ങി. എന്നപ്പോ അത് പൊതുഭൂമിയാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭൂമിയല്ല. പക്ഷെ ആ ഭൂമി സ്വകാര്യ ഭൂമിയുടെ സ്ഥാനത്താണ്. അതുപോലെ തന്നെ സർക്കാർ ഭൂമികളുണ്ടാവും, അതും പൊതുഭൂമിയാണ്. അപ്പൊ പൊതുഭൂമി ആയതുകൊണ്ട് മുസബ്ബരത്തായിക്കൊള്ളണമെന്നില്ല. മുസബ്ബരത്ത് എന്ന് പറഞ്ഞാൽ ഇബ്നു ഹജർ അൽ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിൽ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്, പതിവായി മറമാടിപ്പോരുന്ന ഭൂമിയിലാണ്. എന്താ മുസബ്ബരത്തായ ഭൂമിയുടെ അർത്ഥം എന്താണ്? പതിവായി മറമാടിപ്പോരുന്ന ഭൂമി, പതിവായി മറമാടിപ്പോരുന്ന ഭൂമി എന്നാണ്. അപ്പൊ ഈ കെട്ടിപ്പടുക്കൽ കറാഹത്താവാൻ കാരണം എന്താണ്? അല്ലെങ്കിൽ കെട്ടി ഉയർത്തൽ കറാഹത്താവാൻ കാരണം എന്താണ്? ലിൽ മുബാഹാത്തി, അത് പൊങ്ങച്ചത്തിന് വേണ്ടിയായതുകൊണ്ടാണ്. അതാണ് നേരത്തെ ഫത്ഹുൽ ബാരിയിൽ ഹാഫിദുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞതെന്ത്? സഹീഹായ വളരെ ശരിയായ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അനുവദനീയമാണ്, മുബാഹാത്തിന് വേണ്ടിയാണെങ്കിൽ ജായിസല്ല എന്ന് പറഞ്ഞത്. ഇതൊക്കെ തിരിയുന്ന ആളുകളാണ് ഇമാമുമാര്, അതൊക്കെ മനസ്സിലാക്കിയവരാണ് ഇമാമുമാര്, ഈ ഹദീസൊക്കെ കണ്ടവരാണ് ഇമാമുമാര്, അലിയാർ തങ്ങളുടെ ഹദീസ് മനസ്സിലാക്കിയവരാണ് ഇമാമുമാര്, സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസിനെ അതിന്റെ എല്ലാ പശ്ചാത്തലങ്ങളും തിരിച്ചറിഞ്ഞവരാണ് ഇമാമുമാര്. ഇതാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ വിഷയത്തിൽ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇബാറത്തിനെയാണ് ഏറ്റവും അധികം ഇവിടുത്തെ സലഫി പ്രസ്ഥാനക്കാർ സലഫിസം ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇബാറത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യാനും സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റാനും അതുപോലെ തന്നെ അപ്പുറവും ഇപ്പുറവും മറച്ചുവെക്കാനും ഉള്ള ഈ കാണുന്ന ഈ വഹാബിയൻ സ്വഭാവം, ഭീകരമായ അവരുടെ ഭീകരതകൾ, വഹാബിയൻ ഭീകരതകൾ അല്ലെങ്കിൽ സലഫിസത്തിന്റെ ഭീകരതകൾ, അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇബാറത്തുൽ ഉമ്മി വൽ ജവാബു അൻഹ. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഉമ്മിൽ പറഞ്ഞത് എന്താണ്? വഉഹിബ്ബു അല്ലാ യുബ്നാ വലാ യുജസ്സസാന. ഖബർ കെട്ടിപ്പടുക്കപ്പെടാതിരിക്കാനും കുമ്മായമിടാതിരിക്കാനുമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം പറഞ്ഞത് ശിർക്കാണെന്നോ ശിർക്കിലേക്ക് നയിക്കുന്നതാണെന്നോ അല്ല. ഷാഫി ഇമാം ഇതിനെ പറഞ്ഞത് എന്താണ്? ഫഇന്നദാലിക യുശ്ബിഹു സീനത വൽ ഖുയലാ. കാരണം അത് അലങ്കാരവും
അതുപോലെ തന്നെ പൊങ്ങച്ചവുമാണ് അതിലടങ്ങിയിട്ടുള്ളത്. മരിച്ചാ പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ബഹുമാനപ്പെട്ടവർ പറയാം, വലൈസൽ മൗതു മൗദിഅ വാഹിദിൻ മിൻഹുമാ വലം അറ ഖുബൂറൽ മുഹാജിരീന വൽ അൻസാരി മുജസ്സസതൻ. മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഖബറുകളെ കുമ്മായമിടപ്പെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ടവർ പറയാം. ഖാദർ റാബി അൻ താവൂസി, താബിഈങ്ങളിൽപ്പെട്ട താവൂസ് എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ തുബ്നൽ ഖുബൂറു ഔ തുജസ്സസ. അല്ലാഹുവിന്റെ റസൂൽ ഖബറുകൾ കെട്ടിപ്പടുക്കപ്പെടലിനെയും അതിനെ കുമ്മായം പൂശപ്പെടലിനെയും നിരോധിച്ചു. വഖാല ശാഫിഈ, ശാഫി ഇമാം പറഞ്ഞു, വഖദ് റഅയ്തു മിനൽ ഉലാത്തി മൻ യഹ്ദിബു ബിമക്കത്ത മാ യുബ്നാ ഫീഹാ. മക്കയിൽ കെട്ടിയുയർത്തപ്പെട്ട ഖബറുകൾ പൊളിക്കുന്ന ഭരണാധികാരികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫലം അറൽ ഫുഖഹാ യഈബൂന ദാലിക, ഫുഖഹാക്കൾ അതിനെ വിമർശിച്ചിട്ടില്ല. ഫഇൻ കാനത്തിൽ ഖുബൂറു ഫിൽ അർദി യംലികുഹൽ മൗതാ ഫി ഹയാതിഹിം ഔ വറസതുഹും ബഅദഹും. ഈ ഖബറുള്ള ഭൂമിയെ ഖബറാളി ജീവിതകാലത്ത് ഉടമപ്പെടുത്തിയ ഭൂമിയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഖബറാളിയുടെ അനന്തരഗാമികൾ ഉടമപ്പെടുത്തിയ സ്വകാര്യ ഭൂമിയാണെങ്കിൽ, ലം യുഹ്ദം ശൈഉൻ അൻ യുബ്നാ മിൻഹാ, അവിടെ നിർമ്മിക്കപ്പെട്ട ഖബറുകൾ കെട്ടിപ്പടുത്തത് ഒരിക്കലും പൊളിക്കപ്പെടരുത്. വഇന്നമാ യുഹ്ദമു ഇൻ ഹുദിമ, ഇനി പൊളിക്കപ്പെടുകയാണെങ്കിൽ തന്നെ പൊളിക്കപ്പെടേണ്ടത് മാ ലാ യംലികുഹു അഹദുൻ, ഒരാൾക്കും ഉടമയില്ലാത്ത മുസബ്ബലത്തായ ഭൂമിയിലുള്ള ഖബറുകൾ മാത്രമേ പൊളിക്കപ്പെടാൻ പറ്റുകയുള്ളൂ. ഫഹദുമുഹു, അതിനെ പൊളിക്കപ്പെടണമെന്ന് പറഞ്ഞത് എന്തിനാണ്? യഅല്ലാ യുഹജ്ജറ അലന്നാസി മൗദിഉൽ ഖബരി ഫലാ യുദ്ഫനു ഫീഹി അഹദുൻ ഫയദീഖു ദാലിക ബിന്നാസ്. ജനങ്ങൾക്കുമേൽ ആ ഖബറിന്റെ സ്ഥലം പിൽക്കാലത്ത് തടസ്സപ്പെടാതിരിക്കാനാണ്, പിന്നീട് അതിൽ മറമാടപ്പെടാത്ത അവസ്ഥ വരാതിരിക്കാനാണ്. അങ്ങനെ മറമാടപ്പെടാത്ത അവസ്ഥ വരുമ്പോൾ അത് ജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കും എന്നതുകൊണ്ടാണ്, അല്ലാതെ ശിർക്കാണെന്നല്ല. ഇവിടുന്ന് കിട്ടി വഹാബികളെ, സലഫി പ്രസ്ഥാനക്കാരെ, സലഫിസത്തിന്റെ വക്താക്കളെ, നിങ്ങൾക്കിത് എവിടുന്ന് കിട്ടി? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോ ഇത് ഇമാം ഷാഫിഈ തങ്ങൾ മുമ്പിൽ എന്ത് പറഞ്ഞു? മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഖബറുകൾ അത് കുമ്മായം പൂശപ്പെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മക്കയിലുള്ള കെട്ടിപ്പടുത്തുയർത്തപ്പെട്ട ഖബറുകൾ ഭരണാധികാരികൾ പൊളിക്കുന്നതായി ഞാൻ കണ്ടിട്ടുമുണ്ട്, പണ്ഡിതന്മാർ അതിനെ ആക്ഷേപിച്ചിട്ടില്ല എന്നും ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് ഇവര് ചോദിക്കുകയാണ്, ആര് ചോദിക്കുകയാണ്? ഷാഫി ഇമാമിന്റെ ഇബാറത്ത് എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇവർ ചോദിക്കുകയാണ്, ഈ സലഫിസം ചോദിക്കുകയാണ്, സലഫികൾ ചോദിക്കുകയാണ് എന്ത്? അപ്പോ മുഹാജിറുകളും അൻസാറുകളുമല്ലേ ഏറ്റവും വലിയ ഔലിയാക്കള്? അവരുടെ ഖബറൊക്കെ സാധാരണഗതിയിലല്ലേ, അവരുടെ താഴെയാണല്ലോ ഇന്നുള്ള ഔലിയാക്കൾ, അല്ലെങ്കിൽ മുഹ്യിദ്ദീൻ ശൈഖിനെ പോലെ, മബ്ബറത്ത് തങ്ങളെ പോലെ, അലാവുദ്ദീൻ ഹിംസി തങ്ങളെ പോലുള്ള ആളുകളൊക്കെ അതിന്റെ താഴേക്കടയിലുള്ള ആളുകളല്ലേ? അപ്പൊ ഈ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഖബറുകൾ പോലും അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവരുടെ ഖബർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. പക്ഷേ ഇവർ ഈ ചോദ്യത്തിൽ അവർ ചിന്താശൂന്യരായി പോയി എന്നാണ് എനിക്ക് പറയുന്നത്. ഈ ചോദ്യത്തിൽ അവർ ചിന്താശൂന്യരായി. ഈ ചോദ്യത്തിൽ അവർ ചിന്താശൂന്യരായി. എന്തുകൊണ്ടാണ് ചിന്താശൂന്യരായത്? ഈ മുഹാജിറുകളും അൻസാറുകളും എന്ന് പറഞ്ഞാൽ ആരാണ്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത സ്വഹാബിമാരാണ് മുഹാജിറുകൾ. മദീനാവാസികളായ സ്വഹാബിമാരാണ് ആര്? അൻസാറുകൾ. എന്നാൽ ഈ മുഹാജിറുകളുടെ നേതാക്കന്മാരാരാണ്? ഒന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാണ്. അവരുടെ ഖബർ എവിടെയാണുള്ളത്? ഇനി ഈ സ്വഹാബത്തിന്റെ നേതാവായ, ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധമായ ഖബറിടം എവിടെയാണുള്ളത്? ഹുജ്റത്തു ഷരീഫയിലാണുള്ളത്, അല്ലെങ്കിൽ റൗള ഷരീഫയിലാണുള്ളത്. റൗള ഷരീഫ് എന്ന ആളുകൾ പറയും, അല്ലെങ്കിൽ ഹുജ്റത്തു ഷരീഫ എന്ന് പറയും. ആ പവിത്ര മുറിയിലാണതുള്ളത്. എന്തുകൊണ്ടാണത് പവിത്ര മുറിയിലായത്? ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രവാചകന്മാർ എവിടെയാണോ മരിക്കുന്നത് അവിടെ തന്നെ മറമാടണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷാബിയുടെ വീട്ടിലാണ് മരിച്ചത്. ആയിഷാബിയുടെ മടിയിൽ കടന്നിട്ടാണ് മരണമടഞ്ഞത്. ആയിഷാബിയുടെ മടിയിൽ കടന്നുകൊണ്ടാണ് വഫാത്തായത്.
അതുകൊണ്ട് തന്നെ അവിടെയാണ് മറമാടിയിട്ടുള്ളത്. ചരിത്രം ഞാൻ അതിന്റെ വിശാലതയിലേക്ക് പോകുന്നില്ല, അത് പോകാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മനസ്സിലാക്കണം. അങ്ങനെ ആയിഷാബിയുടെ ആ റൂമിൽ, അല്ലെങ്കിൽ അന്നത്തെ റൂം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരി കല്ലുകൊണ്ട് പടുത്തുണ്ടാക്കി ഇഷ്ടി കൊണ്ട് പടുത്തുണ്ടാക്കിയ റൂമായിരുന്നില്ല, മറിച്ച് ഓല കൊണ്ടുണ്ടാക്കിയ ഈന്തപ്പനത്തടികളെ കൊണ്ടുണ്ടാക്കിയ റൂമായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ റൂമുകൾ കല്ലുകളെ കൊണ്ടും ഇഷ്ടികകളെ കൊണ്ടും സിമന്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയതായിരുന്നില്ല, മറിച്ച് ഈന്തപ്പന മട്ടലുകളെ കൊണ്ടും ഓലകളെ കൊണ്ടും മറച്ചുണ്ടാക്കിയതായിരുന്നു. നമ്മൾ തെങ്ങിന്റെ തടുക്ക് കൊണ്ട് വീടുണ്ടാക്കൂലേ, തെങ്ങിന്റെ തടുക്ക് വെച്ച് കാണ്ട് എന്നെന്താ പറയാ, തടുക്ക് എന്നല്ലേ പറയാന്. ഞങ്ങളുടെ നാട്ടിലൊക്കെ തടുക്ക് എന്നാ പറയാ, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല. ഓരോ നാട്ടിലും ഓരോന്നായിരിക്കും പറയാം അല്ലേ. ജാഫറെ, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയല്? തടുക്ക് എന്നല്ലേ പറയല്. തടുക്ക് വെച്ച് കാണ്ട് ഓല വീടില്ലേ, ഓല വീട്. അപ്പൊ അത് അതേമാതിരിയായിരുന്നു. അങ്ങനെ അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്തും അങ്ങനെ തന്നെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു വഫാത്തായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിലായിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് ഖബറിടമുണ്ടാക്കി അവിടെ മറമാടി. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലമായപ്പോൾ എന്ത് ചെയ്തു? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ പരിഷ്കരണമുണ്ടാക്കി. എന്ന് വെച്ചാൽ ആ റൂമിനുള്ളിൽ ഒരു പുതിയ മതിലുകൂടി, ഒരു ചുമരുണ്ടാക്കിയെന്നാണ്. ശരിക്ക് ഇഷ്ടിക കൊണ്ട്, അന്നത്തെ ഇഷ്ടിക കൊണ്ട് ഒരു ചുമരുണ്ടാക്കിയെന്നാണ്. ഖബറിന്റെ മേൽ എടുപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഖബർ അടിമുതൽ കെട്ടിപ്പടുക്കൽ മാത്രമല്ല ഉൾപ്പെടുക, ഖബറിന് ഒരു ചാണിന്റെ അധികം കെട്ടിയുയർത്തൽ മാത്രമല്ല ഉൾപ്പെടുക, അതിന്റെ ചുറ്റിലും മതിലുണ്ടാക്കലും അതിൽപ്പെട്ടത് തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ അതിന്റെ മുകളിൽ ബിൽഡിംഗ് നിർമ്മിക്കലും എല്ലാം യുബ്ന അലൈഹി എന്നുള്ള റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ ആ വാക്കിൽ ഉൾപ്പെട്ടതാണ്. അപ്പോ പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു? ആദ്യത്തെ പരിഷ്കരണം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നിർമ്മിക്കുകയാണ്. അവിടെ ആ ഖബറിനോട് ചേർന്നുകൊണ്ട് അവിടെ ചുമരുണ്ടാക്കി. കണ്ടോ? ഇതെന്തിനുണ്ടാക്കി? ഇത് ഹറാമാണോ? ഇത് കറാഹത്താണോ? വഹാബികൾ മറുപടി പറയണം. ഈ വിഷയമായിട്ട് ബഹുമാനപ്പെട്ട ബദ്റുദ്ദീനുൽ ഐനി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വിശദീകരണം മാത്രം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. സമയം ഒരുപാട് 12 മണി കഴിഞ്ഞതുകൊണ്ട് ഞാൻ ആ വിശദീകരണം, റൗദ ഷരീഫിനെ സംബന്ധിച്ചുള്ള വിശദീകരണം കേട്ടാൽ തന്നെ ഈ വിഷയത്തിൽ എല്ലാ സംശയങ്ങളും തീരും. എന്താണ്? മാ റവാഹു അബൂബക്കറിൽ ആജിരിയു മിൻ തരീഖി ശുഐബ് ബിൻ ഇസ്ഹാഖ് അൻ ഹിശാം ബിൻ ഉർവത അന്നഹു ഖാല അഖബറനി ഖാല കാന الناس يصلون الى القبر. അതായത് ഈ ഓല കൊണ്ടുണ്ടാക്കിയതായ ചുമരുകളാണല്ലോ ഉണ്ടായിരുന്നത്. അതൊക്കെ പിന്നെ ദ്രവിച്ചു പോകുമ്പോൾ പിന്നെ ആളുകൾ നിസ്കരിക്കുമ്പോൾ ഖബറിലേക്ക് അഭിമുഖീകരിക്കുന്ന പ്രശ്നം വരും. അങ്ങനെ ഖബറിലേക്ക് അഭിമുഖീകരിക്കൽ സാധാരണഗതിയിലാണെങ്കിൽ അത് സാധാരണക്കാരുടെ ഖബറിലേക്കാണെങ്കിൽ അത് കറാഹത്തും, അമ്പിയാക്കളുടെ ഖബറിലേക്കാണെങ്കിൽ അത് ഹറാമുമാണ് എന്നാണ് ഫത്ഹുൽ മുഈനിലൊക്കെ മസല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പശ്ചാത്തലം വന്നപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്നത് ആരാണ്? 4 ഖലീഫമാരുടെയും ശേഷം വന്ന ഉമവിയ്യ ഖുലഫാക്കളിൽപ്പെട്ട ആളാണ്. ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തു? അമറ ബിഹി ഉമർ ബിൻ ഖത്താബ് ഉമർ ബിൻ അബ്ദുൽ അസീസ് ഫറുഫിഅ. ആ അവിടെ എന്ത് ചെയ്തു? ആളുകൾ നിസ്കരിക്കുന്നതിന് മുമ്പിലായിട്ട് ഒരു ചുമരിനെ ഉയർത്തപ്പെട്ടു. എന്തിനു വേണ്ടി? അതിലേക്ക് ആളുകൾ തിരിഞ്ഞ് നിസ്കരിക്കാതിരിക്കാൻ വേണ്ടി. പിന്നീട് ഫലമ്മാ ഹുദിമ, പിന്നീട് അതിനെ പൊളിക്കപ്പെട്ടു എന്നാണ്. പൊളിഞ്ഞാടിയെന്നല്ല, അതിനെ പൊളിക്കപ്പെട്ടു എന്നാണ്. എന്തിനു വേണ്ടി? പുനർനിർമ്മിക്കുവാൻ വേണ്ടി. അവിടെ പുനർനിർമ്മിക്കുവാൻ വേണ്ടി അതിനെ പൊളിക്കപ്പെട്ടപ്പോ അവിടെ ഖബറിന്റെ ഉള്ളിൽ ഖബറ് മൊത്തം പൊളിഞ്ഞു. ഖബറ് മൊത്തം പൊളിഞ്ഞപ്പോ അതിന്റെ ഉള്ളിൽ നിന്നൊരു കാല് കണ്ടു. ആ കാല് റസൂലുള്ളാഹിന്റെ കാലാണോ എന്നുള്ളതിന് ഉമർ ബിൻ അബ്ദുൽ അസീസ് ഭയപ്പെട്ടു. അപ്പൊ പിന്നെ അത് പരിശോധിച്ച് ഉറപ്പുവരുത്തണല്ലോ. റസൂലുള്ളാഹിന്റേതാണോ മറ്റുള്ളവരുടേതാണോ എന്ന് പരിശോധിക്കുന്ന ഏർപ്പാട് അത് അന്ന് മുതലേ തുടങ്ങിയതാണ്. റസൂലുള്ളാഹിന്റേതാണോ അല്ലാത്തവരുടേതാണെന്ന് പരിശോധിക്കുന്ന ഏർപ്പാട് അന്ന് മുതലേ തുടങ്ങിയതാണ്. അങ്ങനെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയത് റസൂലുള്ളാഹിന്റെ കാലല്ലാതെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലാണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയതാണ്. അപ്പോ ചുരുക്കത്തിൽ ഇനി അതിന്റെ വിശദീകരണമായിട്ട് വീണ്ടും പറയാം. അത് വളരെ ചുരുക്കിക്കൊണ്ടാണ്
ആ പറഞ്ഞ ആജിരിയുടെ ആ റിപ്പോർട്ടുള്ളത്. എന്നാൽ അതൊന്ന് വിശാലമായിട്ട് ആജിരി തന്നെ റിപ്പോർട്ട് ചെയ്യാം. റവൽ ആജിരിയു ബിൻ തരീഖ് മാലിക് ബിൻ മിർവൽ അൻ റജാഇ ബിൻ ഹൈവത قال كتب الوليد بن عبد الملك الى عمر بن عبد العزيز. വലീദ് ബിൻ അബ്ദുൽ മലിക് ഉമർ അദ്ദേഹം ഗവർണറായിരുന്നു മദീനയിലെ. അന്നത്തെ ഖലീഫയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഉമർ എന്ന പേരിൽ അറിയപ്പെട്ട ലോകം അംഗീകരിച്ച ഖലീഫയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അഞ്ചാം ഖലീഫ, രണ്ടാം ഉമർ എന്നൊക്കെ ബഹുമാനപ്പെട്ടവരെ ചരിത്രം വിശേഷിപ്പിക്കുന്നു. നിഷ്ഠൂരനായ ഭരണാധികാരിയായിരുന്നില്ല, അല്ലെങ്കിൽ ദുസ്വഭാവിയായ ഭരണാധികാരിയായിരുന്നില്ല. അല്ലാഹുവിനെ ഭയപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇസ്ലാമിക ഭരണം കാഴ്ചവെച്ച മഹാനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് വകാന ഖദ് ഇസ്തറ ഹുജറ അസ്വാജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് ഗവർണർ എന്ത് ചെയ്തിരുന്നു? മദീനയുടെ ചുറ്റിലുമുള്ള നബിയുടെ ഭാര്യമാരുടെ വീടുകളെല്ലാം, ഭാര്യമാരൊക്കെ മരിച്ചുപോയതിനു ശേഷം അവരുടെ വീടുകളൊക്കെ ഭരണകൂടം കാശ് കൊടുത്തു വാങ്ങി, വില കൊടുത്തു വാങ്ങിന. എന്നിട്ട് ഖലീഫക്ക് എഴുതി മസ്ജിദ, അവയെല്ലാം പൊളിച്ചിട്ട് മദീനത്തെ പള്ളി വിശാലമാക്കാൻ വേണ്ടി. അങ്ങനെ ഉമർ ബിൻ അബ്ദുൽ അസീസ് അവിടെ വന്നു, ഒരു മൂലയിലിരുന്നു. എന്നിട്ട് അത് പൊളിക്കാൻ വേണ്ടി കൽപ്പിച്ചു. അത് പൊളിച്ചപ്പോൾ അദ്ദേഹം വളരെയധികം കരഞ്ഞുപോയി. എന്നിട്ട് സുമ്മ ബനാഹു, പൊളിച്ച സാധനം പിന്നെ എന്തിനാണ് നിർമ്മിക്കുന്നത് എന്നാണ്. അവർക്ക് അങ്ങോട്ട് തിരിഞ്ഞു നിസ്കരിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ മുന്നിൽ ഒരു മറുണ്ടാക്കിയാൽ പോരെ, ഒരു കെട്ടുണ്ടാക്കിയ പോരെ. പക്ഷേ ഇത് പഴയതുപോലെ വീണ്ടും നിർമ്മിച്ചു എന്നാണ് ചരിത്രം. ഉമർ ബിൻ അബ്ദുൽ അസീസ് അത് വീണ്ടും അവിടെ അതിന്റെ മുകളിൽ ബിൽഡിംഗ് ഉണ്ടാക്കി. അത് ഹറാമാണോ, അത് കറാഹത്താണോ വഹാബികൾ പറയണം. എന്നിട്ട് പറയാം ഫലമ്മ അൻ ബനൽ ബൈത അലൽ ഖബരി, ഖബറിന്റെ മേൽ ബിൽഡിംഗ് എടുത്തു. വഹദമൽ ബൈത്തൽ അവ്വല, ആദ്യം ഉണ്ടായിരുന്ന ആയിഷാബിയുടെ വീടിനെ പൊളിച്ചു കളഞ്ഞു. ആദ്യമുണ്ടായിരുന്ന വീടിനെ പൊളിച്ചിട്ടാണ് രണ്ടാമത് അവിടെ വീടുണ്ടാക്കിയത്. എന്തു പറയാനുണ്ട് വഹാബികൾക്ക്? ഇത് ഹറാമാണോ? അന്ന് താബിഈങ്ങളുള്ള കാലഘട്ടമാണ്. ഒരുപക്ഷെ സ്വഹാബിമാർ തന്നെയും അക്കാലത്തുണ്ടായിരുന്നിരിക്കാം. മഹാന്മാരായ മുജ്തഹിദീങ്ങളായ ഇമാമുമാരുള്ള കാലഘട്ടമാണ്. ഖൈറുൽ ഖുറൂനിന്റെ കാലഘട്ടമാണ്. സലഫ് സ്വാലിഹീങ്ങളുടെ കാലഘട്ടമാണ്. അത് ഹറാമായിരുന്നുവെങ്കിൽ, അത് ശിർക്കിന്റെ കാര്യമായിരുന്നുവെങ്കിൽ ലോകം മുഴുവൻ അതിനെ എതിർക്കുമായിരുന്നില്ലേ? ഞാൻ വെല്ലുവിളിക്കുന്നു, ഞാൻ ചോദിക്കുന്നു, ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് ആദ്യത്തെ വീടുകൾ പൊളിച്ച് രണ്ടാമത് അവിടെ ഖബറിന്റെ മേൽ പുതിയ റൂം എടുത്തതിനെ ലോകത്ത് ഏതെങ്കിലും മുസ്ലിം എതിർത്തിട്ടുണ്ടോ? ലോകത്ത് ഏതെങ്കിലും ഇമാമുമാർ എടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പൊ ലോകത്ത് ഇജ്മാ കൊണ്ട് അംഗീകരിച്ച ആശയമാണിത്. ഇതിനെയാണ് നിങ്ങൾ എതിർക്കുന്നത്. അപ്പൊ ശരിയായ ഉദ്ദേശമുണ്ടെങ്കിൽ ചെയ്യാം എന്നാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരു റിപ്പോർട്ടിൽ പറയാം. وقال عمرو بن دينار وعبيد الله بن ابي يزيد لم يكن على احد النبي صلى الله عليه وسلم على بيت النبي حائط. നബിയുടെ കാലത്ത് നബിയുടെ വീടുകൾക്ക് ചുമരുകൾ ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ ഓല കൊണ്ടുണ്ടാക്കിയതായിരുന്നു എന്നാണ്. ഫകാന അവ്വലു മൻ ബനാ അലൈഹി ജിദാറൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആദ്യമായിട്ട് ചുമരുണ്ടാക്കിയത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഖബറിന്റെ ചുറ്റിലും ചുമരുണ്ടാക്കിയ ഉമർ ബിൻ ഖത്താബ്, ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ നടപടിയല്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് രണ്ടാമത്തെ നിർമ്മാണം നിർവഹിച്ച ആളാണ്. ഒന്നാമത്തെ നിർമ്മാണ പ്രവർത്തനം നടത്തിയത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ്. അത് തെറ്റാണോ എന്നാണ് എന്റെ ചോദ്യം. അത് കറാഹത്താണെന്നാണോ എന്റെ ചോദ്യം. അത് ഹറാമാണെന്നാണെന്നോ എന്റെ ചോദ്യം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് ചെയ്തപ്പോ ഏതെങ്കിലും സഹാബി അതിനെ എതിർത്തോ? ഒരൊറ്റ സഹാബിയും എതിർത്തിട്ടില്ല. ഫസാറ ഇജ്മാഅൻ, അത് മുസ്ലിം ലോകത്ത് ഖണ്ഡിത പ്രമാണമായി അംഗീകരിക്കുന്ന ഇജ്മാ ആണ്. ഖുർആനിന്റെ ആയത്തിന് അല്ലെങ്കിൽ മുതവാത്തിറായ ഹദീസുകളെ പോലെ ഖണ്ഡിതമായി ഒരു നിലക്കും തള്ളിപ്പറയാൻ പറ്റാത്ത, ദുർവ്യാഖ്യാനത്തിന് ഒരു പഴുതും ഒരു ദുർവ്യാഖ്യാനക്കാർക്കും ഒരു സലഫി പ്രസ്ഥാനക്കാർക്കും നൽകാൻ ഇടം കൊടുക്കാത്ത അത്രയും വലിയ തെളിവാണ് ഇജ്മാ എന്ന് പറയുന്നത്. ഫകാന അവ്വലു മൻ ബനാ അലൈഹി ജിദാറൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ്.
പിന്നീട് പക്ഷേ എങ്കിലും ആ ചുമര് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചുമരായിരുന്നു. പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ആ ചുമരിനെ വലിയ ഒരുപാട് ഉയരമുള്ള ചുമരാക്കി. എന്നിട്ട് വബനാ ഉമറു അലൽ ഹുജ്റത്തി ഹാജിസൻ ഫീ സഖഫിൽ മസ്ജിദി ഇലൽ അർദി വസാറത്തിൽ ഹുജ്റത്തു ഫീ വസതിഹി. മാത്രവുമല്ല പള്ളിയുടെ മേൽത്തട്ടിന്റെ അതേ വിധാനത്തിലായിട്ട് ആ ഹുജ്റത്തു ഷരീഫിന്റെ മുകളിൽ ഒരു മറയെ, ഒരു മേലാപ്പിനെ കൂടി, ഒരു മേൽത്തട്ടിനെ കൂടി ഉമർ ബിൻ ഖത്താബ് തങ്ങൾ നിർമ്മിച്ചു. എന്നിട്ട് ആ കെട്ടിന്റെ ആ റൂമിന്റെ നടുവിലായി ഹുജ്റത്തു ഷരീഫ, ആ വഹുവ അലാ ദവറാനിഹാന, ആ ചുമരുകളും ആ മേലാപ്പും ഈ പരിശുദ്ധമായ പവിത്രമായ റൂമിന്റെ ചുറ്റിലും ആയി മാറി. അപ്പൊ ചുറ്റിലും നിസ്കരിക്കുന്ന ഭാഗത്ത് മാത്രമല്ല, മുജാഹിദുകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് നിർവാഹമില്ല. അത് നിസ്കരിക്കുന്ന ആളുകൾക്ക് മുന്നിൽ മറയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നും പറയാൻ പറ്റൂല. അത് മാത്രമല്ല, ഹുജ്റത്തു ഷരീഫയുടെ ചുറ്റിലും മതിൽ ചുമരുണ്ടാക്കി. മാത്രമല്ല അതിന്റെ മുകളിൽ തട്ടുമുണ്ടാക്കി. ആരാണ്ടാക്കിയത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പിന്നീട് അത് ഉമർ ബിൻ ഖത്താബ് തങ്ങളല്ല, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചുമരുണ്ടാക്കി, ചെറിയ ചുമരുണ്ടാക്കി. അതുപോലെ തന്നെ ചെറിയ ചുമരാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഉണ്ടാക്കിയത്. പിന്നീട് അതിന് ഉയരം കൂട്ടിയത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആണ്. അസ്മാ ബീവിയുടെ പുത്രനാണ്. അസ്മാ ബീവി എന്ന് പറഞ്ഞാൽ ആയിഷാ ബീവിയുടെ സഹോദരിയാണ്. ആയിഷാ ബീവിയുടെ സഹോദരിയായ അസ്മാ ബീവിയുടെ പുത്രനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ആണ് പിന്നീട് ആ ചുമരുകളെ ഉയരം വർദ്ധിപ്പിച്ചത്. എന്നാൽ അതേസമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ത് ചെയ്തു? ചുറ്റിലും മതിലുകൾ ഉണ്ടാക്കി, ചുമരുകൾ ഉണ്ടാക്കി, മേലാപ്പും ഉണ്ടാക്കി. അതിന്റെ നടുവിലായിട്ടാണ് ആ പവിത്ര റൂം പിന്നീട് സജ്ജീകരിച്ചത്. പിന്നീട് വന്ന ഭരണാധികാരി മുതവക്കിൽ ബില്ല അവിടെ എന്ത് ചെയ്തു? വെണ്ണക്കല്ലുകൾ നിരത്തിക്കൊണ്ട് ബലപ്പെടുത്തി ചുറ്റിലും. അത് ഹിജ്റ 541 അല്ല, അത് അതിനുശേഷം ഹിജ്റ 548 മറ്റൊരു ഭരണാധികാരിയുടെ കാലത്ത് ആ വെണ്ണക്കല്ലുകളെ വീണ്ടും ഒന്നുകൂടി പുതുക്കിയെന്നാണ്. മാത്രമല്ല അത് നിലത്ത് വിരിച്ചു എന്ന് മാത്രമല്ല, ചുമരിൽ ഒരാളുടെയും ഒരു കയ്യിന്റെയും ഉയരത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ ടൈൽസ് പതിക്കും പോലെ പതിച്ചു എന്നാണ്. മാത്രമല്ല ചന്ദനമരത്തിന്റെയും മറ്റു സുഗന്ധ മരങ്ങളെ കൊണ്ടും കിളിവാതിലുകൾ ഉണ്ടാക്കി വെച്ചു എന്നാണ്. അങ്ങനെ അതിന്റെ ചരിത്രം നീണ്ടു പറയുകയാണ്. പിൽക്കാലത്ത് ഹുജ്റത്തു ഷരീഫക്കുണ്ടായ ഒരുപാട് പുരോഗതി പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ബദ്റുദ്ദീനുൽ ഐനി റളിയല്ലാഹു തആല അൻഹു ഉംദത്തുൽ ഖാരിയിൽ, അതുപോലെ തന്നെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു ഫത്ഹുൽ ബാരിയിലും പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ഇവർ കാണാത്തത്? അവ ഖബറിന്റെ മേൽ എടുപ്പുണ്ടാക്കലും അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കലും ഹറാമായിരുന്നുവെങ്കിൽ, നിഷിദ്ധമായിരുന്നുവെങ്കിൽ, കറാഹത്തായിരുന്നുവെങ്കിൽ, സഹീഹായ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ, എന്താണ് അവിടുത്തെ സഹീഹായ ആവശ്യം? ഇത് സാധാരണ മുഹാജിരീങ്ങളെയും അൻസാരികളെയും ഖബറുകളെ പോലെയല്ല. ഇത് ഇത് റസൂലുള്ളാഹിന്റെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെയും പവിത്രങ്ങളായ ഖബറുകളാണ് ഇതിന്റെ ഉള്ളിലുള്ളത് എന്ന് ഖിയാമത്ത് നാൾ വരേക്കുമുള്ള മുഴുവൻ ആളുകൾക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ശരിയായ ലക്ഷ്യമുണ്ട്. ശരിയായ ലക്ഷ്യമുണ്ടെങ്കിൽ ജാസ, അത് അനുവദനീയമാണ് എന്നല്ലേ. പിന്നീട് പിൽക്കാലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ റൗളയിൽ നിന്ന്, ആ ഖബറിൽ നിന്ന് അടിയിലൂടെ തുരങ്കമുണ്ടാക്കിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ പവിത്രമായ ശരീരത്തെ എടുത്തു കൊണ്ടുപോകുവാൻ വേണ്ടി 3-4 തവണ ശ്രമമുണ്ടായി. ഞാൻ ആ ചരിത്രത്തിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ആ സമയത്ത് അന്നത്തെ ഭരണാധികാരി ചെമ്പുകൊണ്ട് ഉരുക്കിയതായ വലിയ കെട്ട് ഭൂമിയിൽ കുഴിച്ചുകൊണ്ട്, വെള്ളം കാണുന്നത് വരെ ഭൂമി കുഴിച്ച് അടിയിലേക്ക് ലോഹനിർമ്മിതമായ കെട്ടുകൾ കൊണ്ട് ഭദ്രമാക്കുകയുണ്ടായി. ഖബറിന്റെ മേൽ എടുപ്പുണ്ടാക്കലും അതിന്റെ ചുറ്റിലും എടുപ്പുകൾ നിർമ്മിക്കലും ഹറാമാണ്, ശിർക്കായിരുന്നുവെങ്കിൽ ഇത് തെറ്റാവേണ്ടതല്ലേ? ഇതിനെ ലോകത്താരെങ്കിലും എതിർത്തോ? സംരക്ഷണാർത്ഥമാവട്ടെ, മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയാവട്ടെ, ശരിയായ ഉദ്ദേശത്തിന് വേണ്ടി ഈ ചെയ്തതിനെ ലോകത്താരെങ്കിലും എതിർത്തോ? സഹാബിമാർ എതിർത്തോ? ഇല്ല. മറ്റുള്ള ഇമാമുമാർ എതിർത്തോ? ഇല്ല. താബിഈങ്ങൾ എതിർത്തോ? ഇല്ല.
താബിഉത്താബിഈങ്ങൾ എതിർത്തോ? ഇല്ല. പിന്നെ എവിടുന്ന് കിട്ടി നിങ്ങൾക്കിത് ഷിർക്കാണെന്നും ഷിർക്കിലേക്ക് നയിക്കുന്നതാണെന്നും ഹറാമാണെന്നും കറാഹത്താണെന്നും നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? പറയണം. നിങ്ങൾ ചരിത്രം നിങ്ങൾ പഠിക്കണം. ഞാൻ അവസാനമായിട്ട് മഹാനായ മുല്ലാരിയുൽ ഖാരിയുടെ ഇബാറത്ത് മാത്രം വായിച്ചിട്ട് ഞാൻ നിർത്താം. വന്നഹ്യു ഫിൽ ബിനാഇ ലിൽ കറാഹത്തി, ഖബർ കെട്ടിപ്പടുക്കുന്നതിനുള്ള വിലക്ക് അത് കറാഹത്തിനാണെന്നാണ്. ഇൻകാന ഫീ മിൽക്കിഹി, സ്വകാര്യ സ്ഥലത്താണെങ്കിൽ. വലിൽ ഹുർമത്തി ഫിൽ മഖ്ബറത്തിൽ മുസബ്ബലത്തി, പതിവായി മറമാടപ്പെടുന്ന ഭൂമിയിലാണെങ്കിൽ അത് ഹറാമുമാണെന്നാണ്. വൈദിമുൽ ഹദ്മു, അങ്ങനെ ഖബർസ്ഥാനിൽ നിർമ്മിക്കപ്പെട്ട കെട്ടിടം പൊളിക്കപ്പെടണം, അത് നിർബന്ധമാണെന്നാണ്. വൈകാന മസ്ജിദൻ, അതിന് പള്ളിയാണെങ്കിലും ശരിയെന്നാണ്. വഖാലത് തൂരി ബിസ്തിയു യഹ്തമിലു വജ്ഹൈനി അഹദുഹുമാ അൽ ബിനാഉ അലൽ ഖബരി ബിൽ ഹിജാറത്തി. ഇവിടെ ഖബറിനെ കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞാൽ ഖബറിന്റെ മുകളിൽ കല്ലുകൊണ്ട് കെട്ടിയുയർത്തുക എന്നതുമാവാം, അതുപോലുള്ള കാര്യങ്ങളുമാവാം. വല്ലാഖറ യുദ്റബ അലൈഹാ ഖിബാഉൻ വനഹ്വുഹു, ഖബറിന്റെ മുകളിൽ തമ്പ് പോലത്തെ നിർമ്മിക്കലുമാവാം. അത് സ്വകാര്യ സ്ഥലത്ത് കറാഹത്തും പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ പതിവായ സ്ഥലത്ത് ഹറാമും. വഖിലാഹുമായി ഇത് രണ്ടും മൻഹിയുൻ, വിരോധിക്കപ്പെട്ടതാണ്. അദമിൽ ഫായിദത്തി ഫീഹി, അതിൽ ഒരു കാര്യമില്ലാത്തത് കൊണ്ട്. ഖുൽതു, മുല്ലാരിയുൽ ഖാരി പറയാണ്, ഫൈസ്തഫാദു മിൻഹു അന്നഹു ഇദാ കാനത്തിൽ ഖൈമത്തു, ഈ തമ്പ് കെട്ടുന്നത് ലിഫായിദത്തിൻ, അത് ഒരു ഗുണത്തിന് വേണ്ടിയാണെങ്കിൽ, മിസ്ലു അൻ യഖഉദൽ ഖുർറാഉ തഹ്തഹ, ആ തമ്പിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക പോലത്തെ ആവശ്യമാണെങ്കിൽ ഫലാ തകൂനു മൻഹിയതൻ, അപ്പോൾ അത് വിരോധിക്കപ്പെട്ടതല്ല. ഖാല ബിനുൽ ഹുമാം എന്ന് പറഞ്ഞിട്ട് പിന്നെ തുടർന്ന് പറയുകയാണ്. എന്താ പറയുന്നത്? അനാവശ്യമായിട്ട് ഖബറിന്റെ മുകളിൽ എടുപ്പുണ്ടാക്കുക എന്നുള്ളത് അത് ജാഹിലിയാക്കളുടെ ആചാരമാണ്. മാത്രമല്ല അത് സമ്പത്തിനെ അനാവശ്യമായിട്ട് വിനിയോഗിക്കലുമാണ്. വലി ഇളാഅത്തിൽ മാൽ എന്നെല്ലാം പറഞ്ഞതിനു ശേഷം മുല്ലാരിയുൽ ഖാരി ആ ചർച്ചയെ അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? വഖദ് അബാഹ സലഫു അൽ ബിനാഅ അലാ ഖബറിൽ മശായിഖി വൽ ഉലമാഇൽ മശ്ഹൂരീന ലിയസൂറഹുമുൻ നാസു വയസ്തരീഹു ബിൽ ജുലൂസി ഫീഹി. മശായിഖന്മാരുടെ ഖബറിന്റെ മുകളിലും മശഹൂരികളായ ഉലമാക്കളുടെ ഖബറിന്റെ മേലെയും എടുപ്പുണ്ടാക്കുന്നതിന് മുൻഗാമികളായ പണ്ഡിതന്മാർ അനുവാദം കൊടുത്തിരിക്കുന്നു. ജനങ്ങൾക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയും അവിടെ ഇരുന്നു കൊണ്ട് വിശ്രമിക്കുവാൻ വേണ്ടിയും എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുല്ല അലിയുൽ ഖാരി, ഹനഫി മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതൻ, മിഷ്കാത്തുൽ മസാബീഹിന്റെ വ്യാഖ്യാനമായ മിർഖാത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാടുകളിൽ അമൽ ചെയ്തു പോരുന്നത്. ഈ അമലിനെ ആക്ഷേപിക്കാൻ പാടില്ല. ഇങ്ങനെ പണ്ഡിതന്മാർ അനുവാദം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും അമൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലയാണെങ്കിൽ പോലും അതിനെ എതിർക്കാൻ പാടില്ല. അങ്ങനെ എതിർക്കുന്നത് സമുദായത്തെ ഭിന്നിപ്പിക്കലാണ് എന്ന് ആരാ പറയുന്നത്? സമസ്തയുടെ പണ്ഡിതന്മാരല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ല. പിന്നെ ആരാ പറയുന്നത്? മുജാഹിദുകളുടെ അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭയായ ജംഇയ്യത്തുൽ ഉലമായുടെ അമരക്കാരനായ കെ എം മൗലവിയാ പറഞ്ഞിട്ടുള്ളത്. കെ എം മൗലവി അയാൾ പറയുന്നുണ്ട്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ ഏതെങ്കിലും ഒരു അഭിപ്രായത്തെ വെച്ചുകൊണ്ട് ആരെങ്കിലും അമൽ ചെയ്യുകയാണെങ്കിൽ അവരെ എതിർക്കാൻ പാടില്ല. എതിർക്കുന്നത് സമുദായത്തെ ഭിന്നിപ്പിക്കലാണ്. അതേസമയം മുഴുവൻ പണ്ഡിതന്മാരും ഏകോപിച്ച ഒരു കാര്യത്തിനെ എതിർക്കുമ്പോൾ മാത്രമേ അത് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ, അതിനെ മാത്രമേ എതിർക്കാൻ പറ്റുകയുള്ളൂ. വ്യത്യസ്ത വീക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ഇമാമിന്റെ അഭിപ്രായമനുസരിച്ച് അമൽ ചെയ്യുന്നവരെ എതിർക്കാനേ പാടില്ല. അങ്ങനെ എതിർക്കുന്നത് സമുദായത്തെ ഭിന്നിപ്പിക്കലാണ് എന്ന് സലഫി പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും അപ്പോസ്തലനുമായ കെ എം മൗലവി അയാളുടെ ഫത്വകൾ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വഹാബികളും സലഫികളും ചെയ്യുന്നത് സമുദായത്തെ ഭിന്നിപ്പിക്കലാണ്. അവർ ചെയ്യുന്നത് ഹറാമായ നിഷിദ്ധമായ പടച്ചോന്റെ ഭാഗത്തിൽ നിന്ന് കടുത്ത കുറ്റവും ശിക്ഷയും ലഭിക്കുന്ന കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആരാ പറയുന്നത്? ഞാനല്ല പറയുന്നത്.
സാക്ഷാൽ വഹാബി പ്രസ്ഥാനത്തിന്റെ നായകനായ, സലഫി പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ സാക്ഷാൽ കെ എം മൗലവിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ള ഒരു ചെറിയ വിഷയം കൂടി ഞാൻ പറയാം, എന്നിട്ട് ഞാൻ നിർത്താം. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാർ തങ്ങളെ പറഞ്ഞയച്ചു. എന്തിനു വേണ്ടി? ഉയർന്നു നിൽക്കുന്ന, പൊന്തി നിൽക്കുന്ന ഖബറുകളെ നിരപ്പാക്കാൻ വേണ്ടി പറഞ്ഞയച്ചു എന്ന ഹദീസിലുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ കെട്ടിയുയർത്തുന്നതിനെ വിരോധിച്ചു എന്ന് പറയുന്ന ഹദീസുണ്ട്. പക്ഷേ അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയുടെ വാക്കുകൾ, നബിയുടെ പ്രവർത്തനങ്ങൾ, നബിയുടെ സമ്മതങ്ങൾ, ഇതെല്ലാം പ്രവാചക ചര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ എന്ന് പറഞ്ഞാൽ നബിയുടെ വാക്കുകളും കൽപ്പനകളും മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനങ്ങളും അവിടുത്തെ ചര്യ തന്നെയാണ്. ഞാൻ ആ ചര്യയിൽ നിന്ന് അവിടുത്തെ സമ്മതങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്. നബിയുടെ ഈ വിഷയത്തിലുള്ള ഒരു ചര്യ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ അവിടുന്ന് നടത്തിയ അംഗീകരണത്തിന്റെ ഒരു ചര്യ, അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ച പ്രസക്തമായ ഒരു സംഭവം എന്താണ്? وأن عبد الله بن عمر رضي الله عبد الله بن عمر حدثه حديث പറയാം أن النبي صلى الله عليه وسلم صلى في طرف طلعة من وراء الأرض. അർജി എന്ന് പറയുന്ന നാടിന്റെ പിറകിലുള്ള തൽഅത്ത് എന്ന് പറയുന്ന കുന്നിന്റെ തെല്ലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. നബി തങ്ങൾ ഹജ്ജിനും ഉംറക്കൊക്കെ പോയ സമയത്തെ ഉള്ള നിസ്കാരങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. വഅൻത ദാഹിബുൻ ഇലാ ഹദുബത്തിൻ, അത് അർജ് നാടിന്റെ പിറകിലാകൽ എപ്പോഴാണ്? നീ ഹദുബ എന്ന് പറഞ്ഞ നാട്ടിലേക്ക് തിരിഞ്ഞു പോകുന്ന ആ സ്ഥിതിയിൽ. അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ റസൂൽ നിസ്കരിച്ചിട്ടുണ്ട് എന്നാ. ഇന്ദദാലിക്കൽ മസ്ജിദി, ആ പള്ളിയുടെ തൊട്ടരികിലായിട്ടുണ്ട് ഖബറാനി ഔ സലാസ, 2 3 ഖബറുകൾ ഉണ്ട്. അലൽ ഖുബൂരി, ആ ഖബറിന്റെ മുകളിൽ റളുമും മിൻ ഹിജാറത്തിൻ, കല്ലുകൊണ്ടുള്ളതായ പടവുണ്ട്. എന്താ റളുമും മിൻ ഹിജാറത്തിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റളുമുൽ ഹിജാറത്തി ജഅലു ബഅദിഹാ അലാ ബഅദിന്ന, കല്ലുകൾ ഇങ്ങനെ അട്ടിയായിട്ട് ഇങ്ങനെ വെക്കുക. വകുല്ലു ബിനാഇൻ ബുനിയ ബിസഖറിൻ റദീമിൻ, വലിയ പാറക്കല്ലുകൊണ്ട് അട്ടിക്ക് വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന എടുപ്പാണ് എന്ത്? റളുമ് എന്ന് പറയുന്നത്. ഇത് ബുഖാരിയിലുള്ള സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പൊളിച്ചോ? അത് പൊളിക്കാൻ വേണ്ടി പറഞ്ഞോ? എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തുകൊണ്ട് കൽപ്പിച്ചില്ല? അപ്പോ പ്രത്യേക സാഹചര്യത്തിനും പ്രത്യേക ആവശ്യത്തിനും വേണ്ടി ഖബറുകൾ കെട്ടി ഉയർത്താം. ഇത് നബിയുടെ അംഗീകരണമാണ്. അപ്പൊ ആ സ്ഥിതിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചതുമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊളിക്കാൻ പറഞ്ഞതും ഉണ്ട്. ഏതു സാഹചര്യത്തിലാണ് പൊളിക്കാൻ പറഞ്ഞത്? ഏതു സാഹചര്യത്തിലാണ് നിലനിർത്താൻ പറഞ്ഞത്? അല്ലെങ്കിൽ ഏതു സാഹചര്യത്തിലാണ് കല്ലുകൾ അട്ടിക്കായി വെച്ച്? പഴയ കാലത്തൊക്കെ നമ്മള് പഴയ ഖബർസ്ഥാനുകളിലൊക്കെ കല്ലുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുണ്ടാവും, പഴയ ഖബറുകൾ. ഇങ്ങനെ വെച്ച ഖബറിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിർത്തില്ല. എന്തുകൊണ്ട് എതിർത്തില്ല? അപ്പൊ അതിൽ നിന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ ഈ ഇങ്ങനെയുള്ള വ്യത്യസ്ത ഹദീസുകളെ ജംഅ് ചെയ്തുകൊണ്ടാണ് മുജ്തഹിദുകളായ ഇമാമമാരും അവരുടെ ശിഷ്യഗണങ്ങളും ഈ വിഷയത്തിൽ മസല പറയാം. ഇതൊന്നും ആലോചിക്കാതെ അല്ലേ അലി റളിയല്ലാഹു അൻഹു കൽപ്പിച്ച സാഹചര്യം എന്താ? ഹദീസിലെ സാഹചര്യം പറയുന്നില്ല. അലിയാത്തങ്ങളെ പറഞ്ഞയച്ചു എന്നേ പറയുന്നുള്ളൂ, ഏത് സാഹചര്യത്തിലൊന്നും പറയുന്നില്ല. ഏതായാലും അവിടെ മദീനയിലാകെ ബിംബങ്ങൾ നിറഞ്ഞിരുന്ന കാലഘട്ടമാണ് എന്ന് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോ അവിടെ മറ്റ് ബിംബങ്ങൾ, പഴയ കാലത്തുള്ള അവിടെ ബിംബങ്ങൾ സ്ഥാപിച്ചിരുന്ന ആളുകളുടെ അവശിഷ്ടങ്ങൾ
നിലകൊള്ളുന്ന ആ ഒരുപാട് റസൂലുള്ളാഹിന്റെയൊക്കെ ആദ്യ കാലഘട്ടത്തിലാണ് ആ പറഞ്ഞയച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ അതേ സമയത്ത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ ഹജ്ജിനും ഉംറക്കും വേണ്ടി പോകുമ്പോഴുള്ള നിസ്കാരത്തിനെ സംബന്ധിച്ചാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പൊ ഇത് പിൽക്കാലത്താവാനാണ് സാധ്യത. ഖബറിന്റെ മുകളിലുള്ള കല്ലുകൾ പടുക്കപ്പെട്ട അല്ലെങ്കിൽ അട്ടിയായി വെക്കപ്പെട്ട കല്ലുകളെ, പഴയ കാലത്തുള്ള നിർമ്മാണങ്ങളൊക്കെ അങ്ങനത്തെ, ഇന്നത്തെ കാലത്തല്ലേ സിമെന്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. പഴയ കാലത്ത് നമ്മളൊക്കെ നാട്ടിലുള്ള വലിയ തെങ്ങുവളപ്പുകളൊക്കെ, ആ തെങ്ങ് വളപ്പുകളുടെയൊക്കെ മതിലുകൾ എങ്ങനെയാണ്? അതിന് സിമെന്റ് ഒന്നും ഉണ്ടാവില്ല, കല്ലുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ച് കേൾക്കാറ്. പക്ഷെ നമ്മൾ അട്ടിക്ക് വെക്കണമായിരുന്നില്ല. പഴയ കാലത്തുള്ള ആൾക്കാർ അട്ടിക്ക് വെക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഉറപ്പും അതിൻ്റെതായ ബലവും അതിൻ്റെതായ ഭദ്രതയും അതിൻ്റെതായ ശാസ്ത്രീയതയും ഉണ്ടാവും. നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് പിന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രാംകോന്റെയോ ഭാരതിയുടെയോ അല്ലെങ്കിൽ ചെട്ടിനാടിന്റെയൊക്കെ സിമെന്റ് വേണം. അന്നത്തെ ആ കാലത്ത് അതിന്റെ ആവശ്യമില്ല, അത് വേറെ കാര്യം. അപ്പോ ഈ സംഭവം പിൽക്കാലത്താവാനാണ് സാധ്യത. അതേസമയത്ത് അരിയാത്തങ്ങളെ പറഞ്ഞത് കുറച്ചുകൂടി മുമ്പാവാനാണ് സാധ്യത. ഞാനത് ഉറപ്പാക്കി പറഞ്ഞതല്ല, അതല്ലെങ്കിൽ അതിനെപ്പറ്റി വ്യക്തമായ നഖലിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതുമല്ല. അതുകൊണ്ടാണ് സാധ്യത എന്ന് പറഞ്ഞിട്ട് കൂടുതൽ പഠനം നടത്തേണ്ടതാണെന്നതിലേക്ക് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇമാമുമാരിത് പറയുന്നത്. അത് മനസ്സിലാക്കാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കാടടച്ച് വെടിവെക്കുന്ന ഈ പ്രവണത, ഈ സലഫി ഭീകരത, അത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് അത് തിരിച്ചറിയണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി എന്റെ ശബ്ദം ശ്രദ്ധിച്ച ഏതെങ്കിലും സലഫി പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഉണ്ടെങ്കിൽ, സുന്നികൾ ചോദിച്ച് ഇപ്പോൾ 12:30 മണിയായിട്ടുണ്ട്, ഇവിടെ സമയം ഒരുപാട് നീണ്ടുപോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് സലഫി പ്രസ്ഥാനത്തിന്റെ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സലഫിസത്തിന്റെ വക്താക്കളുണ്ടെങ്കിൽ അവർ കടന്നു വരണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. എന്റെ ശബ്ദം ശ്രവിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും അള്ളാഹു ഉയർന്ന പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. അതുപോലെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുടെ എല്ലാ ഹലാലായ മുറാദുകളും പിന്നെ അള്ളാഹു തആല നിറവേറ്റി കൊടുക്കട്ടെ എന്നീ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. പിന്നെ വാട്സപ്പിൽ ഇപ്പൊ എന്തോ ഒരു ചോദ്യം വന്നതായിട്ട് കണ്ടിരുന്നു. വാട്സപ്പിൽ ഒരു ചോദ്യം ഒരു മുജാഹിദ് സുഹൃത്ത്, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നീട് മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇവിടെ തൽക്കാലം ഇപ്പോ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വാട്സപ്പിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യം നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ ആളുകൾ അവരുടെ ഷാഫി മദ്ഹബിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടിൽ അറിയപ്പെടുന്നത്. അവര് ഷാഫി മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കെട്ടിപ്പൊക്കൽ മുസബ്ബലായ ഭൂമിയിൽ ഹറാമും അതല്ലെങ്കിൽ സ്വകാര്യ ജാഫർ മണ്ണിൽ ഒന്ന് പ്ലേ ചെയ്താലോ? ജാഫർ മണ്ണിൽ ആ ചോദ്യം ഒന്ന് പ്ലേ ചെയ്യട്ടോ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ജാഫർ മണ്ണിൽ അതൊന്ന് പ്ലേ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എനിക്ക് ഖബർ കെട്ടിപ്പൊക്കുന്ന വിഷയവുമായിട്ട് എനിക്കുള്ള സംശയം, ഇത് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ ആളുകൾ അവർക്ക് ഷാഫി മദ്ഹബിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടിൽ അറിയപ്പെടുന്നത്. അവര് ഷാഫി മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖബർ കെട്ടിപ്പൊക്കൽ മുസബ്ബലായ ഭൂമിയിൽ ഹറാമും അതല്ലെങ്കിൽ സ്വകാര്യ ഭൂമിയാണെങ്കിൽ അവിടെ കറാഹത്തുമാണ്. എന്തായാലും രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന നഹിയുടെ അടിസ്ഥാനത്തിൽ തന്നെ അത് വിരോധിക്കപ്പെട്ടതാണ്, ഒരിക്കലും അനുവദിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിലുള്ള പല മഖബറകളും മുസബ്ബലായ ഭൂമിയിലും അതുപോലെ തന്നെ സ്വകാര്യ ഭൂമിയിലും കെട്ടിപ്പൊക്കിയിട്ടുള്ളത്? കറാഹത്തായ ഒരു കാര്യം ചെയ്യാൻ ദീൻ അനുവദിക്കുന്നില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ കുറ്റമില്ല എന്നേ ഉള്ളൂ. നിങ്ങളെ മദ്ഹബിന്റെ വീക്ഷണ പ്രകാരം വരെ നോക്കുകയാണെങ്കിൽ സ്വകാര്യ ഭൂമിയിൽ കെട്ടിപ്പൊക്കിയാൽ വരെ അത് വിലക്കപ്പെട്ടതാണ് എന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനുള്ള തെളിവ് എന്താണ് എന്നും അതുപോലെ തന്നെ ഷാഫി മദ്ഹബിലെ മുഅ്തമദായ ഈ അഭിപ്രായത്തിന് എതിരായിക്കൊണ്ട് അതില് മഹാന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ഖബർ എന്ന് വ്യത്യാസമില്ല എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി തന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് സംശയമുണ്ടെങ്കിൽ അതിന്റെ ഇബാറത്തൊക്കെ ഇട്ടരാ. അത് മഹാനായ ഇമാം ഷാഫി റഹിമഹുള്ളയുടെ ഖബർ പോലും, ഇത് ഖബറിന്റെ മുകളിൽ പോലും ഖുബ്ബ ഉണ്ടാക്കിയത് അത് പൊളിച്ചു മാറ്റാൻ വേണ്ടി ഷാഫി മദ്ഹബിലെ പല പണ്ഡിതന്മാരും ഫത്വ കൊടുത്തതായിട്ടും
ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ല അദ്ദേഹം ഉദ്ധരിക്കുന്നത് കാണാം. അത് അദ്ദേഹം ശറഹ് മുഹദ്ദബ് നഖലായി എടുത്തുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലയിൽ നിന്ന് അദ്ദേഹം നഖൽ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് മുസബ്ബലായ ഭൂമിയിൽ ഹറാമും സ്വകാര്യ ഭൂമിയിൽ അത് കറാഹത്തുമാണ് എന്ന്. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നാട്ടിലുള്ള പല മുസബ്ബലായ ഭൂമിയിൽ ഈ ഖബർ കെട്ടിപ്പൊക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ സ്വകാര്യ ഭൂമിയിൽ കെട്ടിപ്പൊക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നും, പിന്നെ അത് മാത്രമല്ല ഷാഫി മദ്ഹബിലെ പ്രശസ്തങ്ങളായ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ കാണാം നമുക്ക് മുസബ്ബലായ ഭൂമിയിലാണെങ്കിൽ അത് പൊളിച്ചു മാറ്റാൻ ധൃതി കാണിക്കണമെന്ന്. എന്തുകൊണ്ട് സമസ്തക്കാരായ ആളുകൾ മുസബ്ബലായ ഭൂമിയിലുള്ള ഈ ജാറങ്ങളും ഈ കുബ്ബകളും പൊളിച്ചു മാറ്റാൻ ധൃതി കാണിക്കുന്നില്ല? നിങ്ങൾ എന്താ ഷാഫി മദ്ഹബ് അംഗീകരിക്കാത്തവരായോ? നിങ്ങൾ ഇത് പറച്ചിലിൽ മാത്രം ഷാഫി മദ്ഹബും അതല്ലാത്ത കാര്യങ്ങളൊന്നും ഷാഫി മദ്ഹബുമായിട്ട് ബന്ധമില്ലാത്തത് എന്തുകൊണ്ട്? എന്തുകൊണ്ട് എന്നാണ് അദ്ദേഹം ചോദിച്ചു നിർത്തിയത്. അതിന് മറുപടി ഷാഫി മദ്ഹബിന്റെ പ്രബലമായ അഭിപ്രായ പ്രകാരം അത് മുസബ്ബലായ ഭൂമിയിലാണെങ്കിൽ പോലും അനുവദനീയമാണ് എന്നതായതുകൊണ്ട്. അതായത് മറുപടി അത് ഞാൻ നേരത്തെ വിശദീകരിച്ചു. എന്താണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു വസിയ്യത്തിന്റെ ബാബിൽ പറയുന്നു, യജൂസു ലിൽ മുസ്ലിമി വദ്ദിമ്മിയ്യ അൽ വസിയ്യതു ലിഇമാറത്തിൽ മസ്ജിദിൽ അഖ്സാ വഗൈരിഹി മിനൽ മസാജിദി. മുസ്ലിമിനും അതുപോലെ തന്നെ ദിമ്മിയായ അമുസ്ലിമിനും ജായിസാണ് മസ്ജിദുൽ അഖ്സക്കും അല്ലാത്ത പള്ളികളുടെയും പരിപാലനത്തിന് വേണ്ടി സ്വത്ത് നീക്കം ചെയ്യൽ അഥവാ വസിയ്യത്ത് ചെയ്യൽ. വലി ഇമാറത്തി ഖുബൂരിൽ അംബിയാഇ വസ്വാലിഹീന, അംബിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറിന്റെ പരിപാലനത്തിന് വേണ്ടിയും ലിബാ ഫീഹാ മിൻ ഇഹ്യാഇ സിയാറത്തി വത്തബറുകി ബിഹാ, കാരണം അവിടെ സിയാറത്ത് സജീവമാക്കലും ആ ഖബറുകളെ കൊണ്ട് ബർക്കത്തെടുക്കലും അതിൽ ഉണ്ടായതിനു വേണ്ടി. ഇമാം നവവി റളിയല്ലാഹു അൻഹു റൗളത്തുൽ ത്വാലിബീനിൽ പറയുന്നു ഇത് മുഅ്തമദായ അഭിപ്രായമാണ്, ഇത് ദഈഫൊന്നുമല്ല, ഇത് മുഅ്തമദ് തന്നെയാണ്. മൗലവി രണ്ടാമതായിട്ട് ഇബാറത്തുൻ നിഹായ വൽ മുഗ്നി, ഷാഫി മദ്ഹബിലെ പ്രബലമായ ഉദ്ധരണിയാണ് വായിക്കുന്നത്. ഇബാറത്തുൻ നിഹായത്തി വൽ മുഗ്നി വമഹല്ലു ദാലിക കമാ ഖാലഹു അൽ മുഅല്ലിഫ് ബിൻ ഹംസ ഫീ മുശ്കിലിൽ വസീതി മാ ലം യകുൻ അൽ മദ്ഫൂൻ സ്വഹാബിയൻ ഔ മിമ്മൻ ഇസ്തഹറത് വിലായത്തുഹു. ഒരു മയ്യത്തിനെ ഖബറടക്കിയതിനു ശേഷം അത് നുരുമ്പിപ്പോവാനുള്ള കാലയളവ് കഴിഞ്ഞാൽ, അത് ചിലടത്ത് 10 കൊല്ലം കൊണ്ടായിരിക്കും, ചിലടത്ത് 20 കൊല്ലം കൊണ്ടായിരിക്കും, ചിലടത്ത് 50 കൊല്ലം കൊണ്ടായിരിക്കും, ചിലടത്ത് 100 കൊല്ലം കൊണ്ടായിരിക്കും, അങ്ങനെ പല സ്ഥലത്തും പല മാതിരിയായിരിക്കും. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞാൽ അതിനെ മാന്തൽ ജായിസാണ്. പക്ഷേ അവിടെ മാന്താൻ പറ്റുമെന്ന് പറഞ്ഞത് സ്വഹാബിയുടെയോ അല്ലെങ്കിൽ പ്രസിദ്ധ ഔലിയാക്കളുടേതോ ആണെങ്കിൽ പറ്റൂല. ഇല്ല, അങ്ങനത്തെ ആളുകളുടേതാണെങ്കിൽ ഉരുമ്പി പോകുന്ന കാലയളവിന് ശേഷം അതിനെ മാന്താൻ പാടില്ല. ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറുകൾ പരിപാലിക്കാൻ വേണ്ടി വസിയത്ത് ജായിസാണല്ലോ എന്ന മസ്അല പിടിച്ചുകൊണ്ട് ഇബ്നു ശുഹ്ബാദിനെ ബലപ്പെടുത്തിയിരിക്കുന്നു. ലിമാ ഫീഹി മിൻ ഇഹ്യാഇ സിയാറത്തി വത്തബറുകി, കാരണം അതിൽ സിയാറത്ത് സജീവമാക്കലും ബറക്കത്തെടുക്കലും ഉണ്ട്. ഇത് ഖദിയത്തുഹു ജവാസു ഇമാറത്തി ഖുബൂരിഹിം മഅൽ ജസ്മി ഹുനാ ബിമാ മർറ മിൻ ഹുർമത്തി തസ്വിയത്തിൽ ഖബ്രി വഇമാറത്തിഹി ഫിൽ മുസബ്ബല. മുസബ്ബലായ ഭൂമിയിൽ ഖബറിനെ പരിപാലനം നടത്തലും അതിനെ തസ്വിയത്ത് ചെയ്യലും എന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ മണ്ണ് എത്ര കാലം കഴിഞ്ഞാലും അതിനെങ്ങനെ ഖബറായിട്ട് തിരിച്ചറിയാൻ വേണ്ടി മണ്ണിനെ ഉയർത്തലും, അതാ തസ്വിയത്ത് എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ് എന്ന് ജനായിസിന്റെ ബാബിൽ അഥവാ മയ്യത്തിനെ പറ്റി പറയുന്ന അധ്യായത്തിൽ നേവി മാമും റാഫി മാമും വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും വസിയത്തിന്റെ ബാബിൽ പറയുന്നു സ്വാലിഹീങ്ങളുടെയും മഹാന്മാരുടെയും ഖബർ ഒഴികെ അതിനെ സജീവമാക്കണം, കാലാകാലവും സജീവമാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഹറാമെന്ന് പറഞ്ഞത് ഈ ഒരു സന്ദർഭത്തിലൊഴികെ എന്ന് മനസ്സിലാക്കണം എന്ന് ഇബ്നു ശുഹ്ബ വിശദീകരിച്ചതിന് ഇമാം റംലി അവിടുത്തെ നിഹായയിലും ഖതീബ് ഷിർബീനി അവിടുത്തെ മുഗ്നിയിലും ഉദ്ധരിച്ചിരിക്കുകയാണ്. എന്ത് പറയാനുണ്ട്? ഇത് ഷാഫി മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായം തന്നെയാണ്. ഇത് ഷാഫി മദ്ഹബിലെ ബലപ്പെട്ട അഭിപ്രായം തന്നെയാണ്. അതോടൊപ്പം തന്നെ വൈജ്ഞാനിക സത്യസന്ധതയ്ക്ക് വേണ്ടി ഞാൻ തുറന്നു പറയട്ടെ, ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല. ഇവിടെ ഇബ്നു ഹജറിൽ ഹൈതമി പറയുന്നത് എന്താണ്? സ്വകാര്യ സ്ഥലത്ത് മാത്രമേ
എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കുബ്ബ പോലുള്ളത് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. പൊതുസ്ഥലത്താണെങ്കിൽ ഔലിയാക്കളുടേതാണെങ്കിലും അവിടെ തസ്വിയത്ത് ചെയ്യാം. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ മണ്ണൊക്കെ ഉയർത്തിയിട്ട് അതിനെ സംരക്ഷിക്കാം. അതേ സമയത്ത് അവിടെ ബിൽഡിംഗ് എടുക്കാൻ പാടില്ല പൊതുസ്ഥലത്താണെങ്കിൽ എന്ന അഭിപ്രായമാണ് അവിടെ ഇബ്നു ഹജർ അൽ ഹൈത്തമിക്കുള്ളത്. ശരിയാണ്, നിങ്ങൾ ആ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇബ്നു ഹജർ അൽ ഹൈത്തമിക്കെതിരാണ് ഇവിടെ മറ്റുള്ള ഇമാമുമാർ. ഇബ്നു ഹജർ അൽ ഹൈത്തമിയും ഇമാം റംലിയും ഷാഫി മദ്ഹബിൽ വിരുദ്ധ അഭിപ്രായം പറഞ്ഞാൽ രണ്ടും മുഅ്തമദാണ് എന്നാണ്. ഒന്നിന് ദഈഫ് മറ്റേതിന് മുഅ്തമദ് എന്ന് പറയാൻ പറ്റൂല എന്നാണ് തത്വമുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ തിരിഞ്ഞിട്ടില്ല, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. മാത്രവുമല്ല, നമ്മൾ ചിന്തിച്ചാൽ തന്നെയും ഇവിടെ റംലി ഇമാമിന്റെ അഭിപ്രായമാണ് പ്രബലം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്തുകൊണ്ട്? ഇവിടെ എന്തുകൊണ്ടാണ് പൊതുസ്ഥലത്ത് ബിൽഡിംഗ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? ജനങ്ങൾക്ക് അവിടെ വേറെ മറമാടപ്പെടേണ്ടി വരും. അപ്പൊ അത് പറ്റാതിരിക്കുന്നത് കൊണ്ടാണ് ബിൽഡിംഗ് എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബർ ഒരിക്കലും മാന്താൻ പറ്റൂലല്ലോ. അവരുടെ ഖബർ ഒരിക്കലും മാന്തൂലല്ലോ. പിന്നെ അവിടെ ജനങ്ങൾക്ക് അവിടെ ആ സ്ഥലത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇബ്നു ഹജർ പറഞ്ഞതിനേക്കാൾ ഷാഫിഈ മദ്ഹബിന്റെ നിയമങ്ങളോടും ഷാഫിഈ മദ്ഹബിന്റെ അടിസ്ഥാനങ്ങളോടും ഷാഫിഈ മദ്ഹബിന്റെ നിമിത്തങ്ങളോടും ഏറ്റവും അനുയോജ്യമായത് റംലി ഇമാമിന്റെ അഭിപ്രായമാണ്. അതുകൊണ്ട് ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായത്തെക്കാൾ അവിടെ പ്രബലമായത് ചിന്തിക്കുകയാണെങ്കിൽ, ഷാഫിഈ മദ്ഹബിന്റെ ഇബാറത്തുകൾ കൂലങ്കുഷമായി വിചിന്തനം നടത്തുകയാണെങ്കിൽ, വിശകലനം ചെയ്യുകയാണെങ്കിൽ അവിടെ റംലി ഇമാമിന്റെ അഭിപ്രായമാണ്, ഖതീബ് ശിർബീനി ഇമാമിന്റെ അഭിപ്രായമാണ് കൂടുതൽ പ്രബലം, കൂടുതൽ പ്രസക്തം എന്ന് ഏവർക്കും ബോധ്യപ്പെടുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞത് മുഅ്തമദായ അഭിപ്രായം മറ്റേതാണെന്നൊന്നും പറഞ്ഞിട്ട് തട്ടിപ്പൊന്നും പറയേണ്ട. അത് നിങ്ങൾക്ക് തിരിയാത്തത് കൊണ്ടാണ്. ഷാഫി മദ്ഹബ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. മനുഷ്യൻ അറിവില്ലാത്തതിന്റെ ശത്രുവാകും. മനുഷ്യൻ അറിവില്ലാത്തതിന്റെ പിന്നാലെ പോയിക്കൊണ്ട് അതും ഇതും പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് ആ ചോദ്യത്തിന് നൽകാനുള്ള മറുപടി. ഇനി വഹാബികളുടെ പക്ഷത്തിൽ നിന്ന് സലഫിസത്തിന്റെ പക്ഷത്തിൽ നിന്ന് വല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ ജാഫർ മണ്ഡിയിൽ അത് പ്ലേ ചെയ്യിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതുപോലെ തന്നെ എനിക്ക് രണ്ടാമത് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഷാഫി മദ്ഹബിന്റെ ഉസൂലുമായിട്ടാണ്. ഇപ്പൊ ഷാഫി മദ്ഹബിലെ ഒരു വിഷയത്തെ കുറിച്ച് രണ്ട് അഭിപ്രായം വരും. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ഒരു അഭിപ്രായം അസഹാവുകയും അതിന്റെ മുഖാബിൽ വരുന്ന രണ്ടാമത്തെ അഭിപ്രായം അത് നഖലില്ലാതെ ഉദ്ധരിച്ചതുമായിരിക്കെ ഒന്നാമത്തെ അഭിപ്രായം അസഹായ അഭിപ്രായത്തിന് നഖല് കൊടുക്കുകയും രണ്ടാമത്തെ അഭിപ്രായത്തിന് നഖലില്ലാതെ പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ അസഹിന്റെ മുഖാബിൽ വരുന്ന വിഷയവുമായിട്ട് അതുകൊണ്ട് അമല് ചെയ്യാൻ പറ്റുമോ? ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഹുക്ം എന്താണ്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നഖലില്ലാത്തത് ചെയ്യാൻ എന്ത് അർഹതയാണുള്ളത് എന്നുകൂടി വിശദീകരിക്കുക. ജാഫർ മണ്ഡീൽ സാഹിബ്, ഇത് ഏതാണ് മൗലവി? മടവൂരി മൗലവിയാ? ജാഫർ, ഇത് മടവൂരി മൗലവിയാണോ? എന്താണ് അസഹ് എന്ന് പറഞ്ഞാല്? ഷാഫി മദ്ഹബിൽ രണ്ടഭിപ്രായം വന്നു. ഒന്ന് അസഹാണ്, മറ്റേത് അസഹിന്റെ മുഖാബിലാണെങ്കിൽ എന്നാണല്ലോ അദ്ദേഹം ചോദിക്കുന്നത്. അസഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് അഭിപ്രായത്തിനും ദലീലുണ്ട്, രണ്ടഭിപ്രായത്തിനും തെളിവുണ്ട്. എതിരഭിപ്രായത്തിന്റെ തെളിവ് നല്ല ബലപ്പെട്ട തെളിവ് തന്നെയാണ്. അതാണ് അസഹ് എന്ന് പറഞ്ഞാൽ. എന്താണ്? ഈ വിഷയത്തിൽ ഒന്നിലധികം അഭിപ്രായങ്ങളുണ്ട്, എല്ലാ അഭിപ്രായങ്ങളും ദലീലിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതിൽ അസഹിന്റെ മുഖാബിലിൽ പറയുന്ന അഭിപ്രായങ്ങളുടെ തെളിവുകൾ ബലമുള്ള തെളിവുകളാണ് എന്നാ, ബലപ്പെട്ട തെളിവുകളാണ് എന്നാ. പിന്നെ എങ്ങനെ ഒന്നിന് നഖലുണ്ടാവുകയും മറ്റൊരു നഖലില്ലാതിരിക്കുകയും ചെയ്യാം? ഒന്ന് നഖലുള്ള അഭിപ്രായവും മറ്റേത് പണ്ഡിതന്മാരുടെ അഭിപ്രായം, അങ്ങനെ അസഹും അസഹിന്റെ മുഖാബിലുണ്ടോ? എവിടുന്നാ ഈ മൗലവി വന്നത്? ഷാഫി മദ്ഹബിലെ അസഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താണ്? എതിരഭിപ്രായത്തിനും തെളിവുണ്ട്, ഈ അഭിപ്രായത്തിനും തെളിവുണ്ട്, എതിരഭിപ്രായത്തിന്റെ തെളിവിന് നല്ല ഖുവ്വത്തുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ അസഹ് കൊണ്ടാണ് ഫത്വ കൊടുക്കേണ്ടത്. ഖാദി ജഡ്ജ്മെന്റ് ചെയ്യേണ്ടത് അസഹ് കൊണ്ടാണ്. അതേസമയത്ത് അമല് ചെയ്യാൻ അതിന്റെ എതിരഭിപ്രായം കൊണ്ട് അമല് ചെയ്യാനും പറ്റും. അതാണ് അസഹിന്റെ മുഖാബിൽ എന്ന് പറഞ്ഞാല്.
ഇതൊന്നും മനസ്സിലാക്കാതെ അസഹിന് നക്കലുണ്ട്, അസഹിന്റെ മുഖാബിലിന് നക്കലില്ല നിങ്ങളാണ് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് പറയാൻ എന്താ അവകാശം? നിങ്ങൾക്ക് എന്താ അസഹിന് മനസ്സിലായിട്ടുണ്ടോ? എന്താണ് അസഹിന്റെ മുഖാബിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? എന്തിനാ ഒരു മനുഷ്യൻ അറിവില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് അറിവുള്ളതുപോലെ സംസാരിക്കുന്നത്? എന്തിനാണ്? അപ്പൊ ആ ചോദ്യം തന്നെ പൊട്ടത്തരമാണ് എന്നാണ് ആ ചോദ്യത്തിന് നൽകാനുള്ള മറുപടി. ഇനി എന്താ ചോദ്യം ഉണ്ടെങ്കിൽ മൈക്കിൽ വരാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട MT അബൂബക്കർ ഉസ്താദിന്റെ ഫതുഹുൽ മുഈൻ എന്ന വിഷയത്തിലുള്ള ക്ലാസ് ഉണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അതിൽ ഈ ഉള്ളവന്റെ ഒരു സംശയം ചോദിക്കുകയാണ്. നമസ്കരിക്കുന്ന ആളുടെ അടുത്ത് നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ ശബ്ദത്തിൽ പാരായണം ചെയ്യുന്നത് സ്വാഭാവികമായും നമസ്കരിക്കുന്ന ആളുകൾക്ക് ഉസ്വാസ് ഉണ്ടാക്കും, അതുകൊണ്ട് തന്നെ അത് നിഷിദ്ധമാണ് എന്ന് ഫതുഹുൽ മുഈനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അതേ മസ്അല വെച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നു, നമ്മുടെ നാടുകളിലുള്ള സമസ്തക്കാരുടെ പള്ളികളിൽ ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ ഉടനെ ഇമാമ് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞിരുന്ന് ശബ്ദത്തിൽ ദിക്ർ ചൊല്ലുന്നു, പിന്നീട് അവിടുന്ന് ശബ്ദത്തിൽ ദുആ ചെയ്യുന്നു. അത് കേൾക്കുന്ന പുറകിലുള്ള ആളുകൾ ആമീൻ പറയുകയും ചെയ്യുന്നു ശബ്ദത്തിൽ. രണ്ടാമത്തെ റക്അത്തിലും മൂന്നാമത്തെ റക്അത്തിലും തുടർന്ന് വന്ന ആളുകൾ നമസ്കരിക്കുന്നതായും കാണാം. സുന്നത്ത് നമസ്കരിക്കുന്ന ആളുകളെയും കാണാം. നമസ്കാരം കഴിഞ്ഞു എങ്കിലും രണ്ടാമത്തെ ജമാഅത്ത് നമസ്കാരം നടക്കുന്നതായും കാണാം. ഇങ്ങനെ നമ്മുടെ പള്ളികളിൽ ഒന്നാം ജമാഅത്തിൽ പൂർണ്ണമായി ആളുകൾ വരുന്നവരല്ല. ആളുകൾ രണ്ടാമത്തെ റക്അത്തിലും മൂന്നാമത്തെ റക്അത്തിലും നാലാമത്തെ റക്അത്തിലും ഒക്കെ ആ നമസ്കാരത്തിന്റെ റക്അത്തുകളെ എണ്ണത്തിനനുസരിച്ചുകൊണ്ട് അവർ വരുന്നതായി നമുക്ക് കാണാം. നമസ്കാരം തുടരുന്നതായും കാണാം. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ നമസ്കരിക്കുന്ന ആളുകൾ പള്ളിയിൽ ഉണ്ടായിരിക്കെ സമസ്തക്കാരുടെ മഹല്ലുകളിലെ പള്ളികളിൽ ശബ്ദത്തിൽ ഈണത്തിൽ ദുആ ചെയ്യുകയും അതിന് ശബ്ദത്തിൽ ആമീൻ പറയുകയും ചെയ്യുന്നു. ഇത് എന്തുകൊണ്ട്? ഇത് തീർച്ചയായും ഹറാമ് തന്നെയാണ്. എന്തുകൊണ്ട് ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വിഷയം നിസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ച ഇതുപോലെ 10:30 മണിക്ക് ശേഷം ഫതുഹുൽ മുഈൻ ഹദീസിനെതിരോ എന്നുള്ള തുടർ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള മൂന്നാമത്തെ സബ്ജക്റ്റ് നിസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന. കൂട്ടപ്രാർത്ഥന എന്നല്ല, കൂട്ടുപ്രാർത്ഥന. ജാഫർ സാഹിബ് കേട്ടില്ലേ? നിസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കേട്ടോ. അത് നിങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ പരസ്യം ചെയ്തിട്ട് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. നിസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന. അപ്പോ അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ബുധനാഴ്ച ചർച്ച ചെയ്യാം. ഇവിടെ ചോദിച്ചത് ബാബമൗലവി എന്ന പേരുള്ള ഒരു സുഹൃത്താണ് എന്ന് കേട്ടു. അദ്ദേഹം വളരെ മാന്യമായ ഭാഷയിലാണ് ചോദിച്ചത്. അത് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്, അതിന് മറുപടി കൊടുക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് ഇന്നത്തെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടാത്ത ചോദ്യമായതുകൊണ്ട് അടുത്ത ബുധനാഴ്ചയിലേക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം നീട്ടിവെച്ചിരിക്കുന്നു. നിസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന ഫതുഹുൽ മുഈൻ ഹദീസിനെതിരോ എന്നുള്ള തുടർ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള മൂന്നാം പാർട്ട് നിസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന എന്നുള്ള വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇനി വാക്കുകൾ നിർത്തുകയാണ്.